ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഇന്നത്തെ കഥയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്കൊരു ഇൻട്രൊഡക്ഷൻ തരാൻ പോകുന്നില്ല, കാരണം അത് വലിയൊരു സ്പോയിലറായി പോകും. എന്തിനാണ് നിങ്ങളുടെ ആസ്വാദനത്തെ ഞാൻ വെറുതെ ഇല്ലാതാക്കുന്നത്? മച്ചന്മാരെ, നിങ്ങൾ വിചാരിക്കുന്നത് പോലുള്ള ഒരു കഥയല്ല ഇത്. ഇന്നേ വരെ ഈ ലെവലിൽ ഒരു സ്റ്റോറി നിങ്ങൾ കേട്ടിട്ടേ ഉണ്ടാവില്ല. പിന്നെ ഇങ്ങനെ കൂടുതലായിട്ട് പറഞ്ഞാൽ കഥയെക്കുറിച്ച് എനിക്ക് പറയേണ്ടി വരും. ഒരു കാര്യത്തിൽ ഞാൻ 100% ഉറപ്പ് തരാം, കഥ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നിരാശപ്പെടില്ല. അത്രയും അടിപൊളി, അത്രയും വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. പിന്നെ പറ്റുകയാണെങ്കിൽ ഈ കഥ കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ഒരു സിനിമ ഇരുന്ന് കാണണം, കാരണം വിഷ്വലി അത്ര അടിപൊളിയാണ്. പിന്നെ മൂവിയുടെ എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും കേട്ടോ. പിന്നെ സ്ക്രീനിലും അതിന്റെ ഒരു പേര് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്താണ് സിനിമയുടെ പേര് എന്ന് ചോദിക്കണ്ട. അപ്പൊ എന്തായാലും കഥയുടെ ഈ മായാ ലോകത്തിലേക്ക്, ശരിക്കൊരു മായാ ലോകമാണ്, നമുക്കങ്ങ് പോവുകയല്ലേ. സിനിമയുടെ ആരംഭത്തിൽ തന്നെ ഒരു കാറ് ആക്സിഡന്റ് ആവുകയാണ്. എന്നാൽ ഈ അപകടത്തിന് ശേഷം നമ്മുടെ കഥാനായകനായിട്ടുള്ള വിക്ടർ അവൻ പെട്ടെന്ന് കണ്ണു തുറക്കുകയാണ്. എന്നാൽ അവനിപ്പോൾ ഉള്ളത് ആ ഒരു കാറിലോ ആ ഒരു സ്ഥലത്തോ അല്ലായിരുന്നു, പകരം അവന്റെ തന്നെ മുറിയിലാണ്. മാത്രമല്ല അവൻ നോക്കുമ്പോൾ അവന്റെ മനസ്സിലുണ്ടായിരുന്ന വലിയൊരു ബിൽഡിംഗ് സമുച്ചയത്തിന്റെ ഒരു പ്ലാൻ ഉണ്ട്, അതായത് ഒരു സിറ്റിയുടെ പ്ലാൻ. അതിന്റെ ആ ഒരു മിനിയേച്ചർ ഫോം അവൻ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ഈ കാലഘട്ടത്തിലൊന്നും ഇതുപോലൊരു സിറ്റി ഉണ്ടാകാൻ പോകുന്നില്ല. വളരെയധികം ഫ്യൂച്ചറിലുള്ള ഒരു പ്രത്യേകതരം ബിൽഡിംഗ് ആണത്. പിന്നീട് വല്ലാതെ ദാഹിച്ചപ്പോൾ വിക്ടർ വെള്ളം കുടിക്കാനായിട്ട് ഫ്രിഡ്ജ് തുറന്നു നോക്കിയപ്പോൾ അതിന്റെ ഉള്ളിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അതിന്റെ മുകളിലായിട്ട് ഒരു പേപ്പർ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. പതിയെ അത് മാറ്റി നോക്കിയപ്പോൾ എന്തൊക്കെയോ ഒരു കറ പോലെ ഒരു ബ്ലാക്ക് നിറത്തിൽ ആ ഒരു ഫ്രിഡ്ജ് പൂർണ്ണമല്ലായിരുന്നു. എന്നാൽ ഈ വിക്ടർ നോക്കിയപ്പോൾ അത് പൂർണ്ണമായിട്ട് വരുന്നുണ്ട്. ഇതിനുശേഷം നേരെ താഴെ ഒരു തുണി ഉണ്ടായിരുന്നു. പതിയെ അതിൽ ചവിട്ടി പോയപ്പോൾ അതൊന്ന് നീങ്ങിപ്പോവാണ്. അപ്പൊ അതിന്റെ അടിഭാഗം ഇതുപോലെ തന്നെ പൂർണ്ണമായിരുന്നില്ല, അതിങ്ങനെ ഉണ്ടായി വരുന്നതേ ഉള്ളൂ. പിന്നീട് ആ ഒരു റൂമിന്റെ സീലിംഗിലേക്ക് നോക്കിയപ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ, അത് പൂർണ്ണമല്ലായിരുന്നു. അവൻ നോക്കിയപ്പോൾ അത് പൂർണ്ണമായിട്ട് ഉണ്ടായി വന്നു. അവനാകെ പേടിച്ചു പോയി, പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. ഇപ്പൊ അവിടെ ഒരാളെ കാണുന്നുണ്ട്. ആശാനെ, ഇതെന്താ ഇവിടെ? ഞാൻ നോക്കുന്ന കാര്യങ്ങളൊന്നും ക്ലിയർ അല്ല, അതുപോലെ തന്നെ അതിങ്ങനെ ഉണ്ടായി വരുന്നു. ഈ സമയത്താണ് വിക്ടർ ആ ഒരു മനുഷ്യനെ നോക്കുന്നത് കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ ആ ഒരു മനുഷ്യന്റെ പൂർണ്ണ രൂപം അയാൾക്കില്ലായിരുന്നു. ഇതുകൂടി ആയപ്പോൾ വിക്ടർ ഒന്നും നോക്കിയില്ല, ആ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിൽ നിന്നും ഇറങ്ങി ഓടുകയാണ്. നേരെ പുറത്തേക്ക് വന്നു. പുറത്തെ ലോകത്തെ ആ ഒരു കാഴ്ച കണ്ടപ്പോൾ അവൻ അങ്ങനെ അന്താളിച്ച് നിൽക്കുകയാണ്. കാരണം എന്താ വെച്ചാല് ഇത് ഭൂമിയല്ല, ഇത് മറ്റെന്തോ ആണ്. കാരണം ഇവിടെ ഗ്രാവിറ്റി ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. കാരണം ബിൽഡിങ്ങുകൾ നിൽക്കുന്ന നോക്കിയേ, ഒന്ന് തലകുത്തനെ, ഒന്ന് ആകാശത്ത്, ഒന്ന് സൈഡിൽ, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ചെന്നിച്ചെതിരി കിടക്കുന്നത് പോലെ. ഇത് മറ്റേതോ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള വേൾഡ് ആണ്. മാത്രമല്ല അമേരിക്കയിൽ നമ്മൾ കാണുന്ന ഫേമസ് ആയിട്ടുള്ള ബിൽഡിങ്ങുകൾ, ലണ്ടനിൽ കാണുന്നത്, ചൈനയിൽ കാണുന്നത്, അങ്ങനെ പലതരം ബിൽഡിങ്ങുകൾ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ചെതറി കിടക്കുകയാണ്. ഇപ്പൊ അവിടെ തന്നെ വലിയൊരു ബിൽഡിംഗ് അവൻ കാണുന്നുണ്ട്. എന്നാൽ ആ ഒരു ബിൽഡിംഗ് പൂർണ്ണമല്ലായിരുന്നു. അവൻ നോക്കിയപ്പോൾ പതിയെ ആ ഒരു ബിൽഡിംഗ് പൂർണ്ണമായിട്ട് വരുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ അവിടെ മറ്റൊരു വലിയ ബിൽഡിംഗ് ഉണ്ടായിരുന്നു. അതിന്റെ മുകളിൽ ഒരു പ്രത്യേകതരം കറുത്ത രൂപമുണ്ട്. അത് ഈ വിക്ടറിനെ കാണുകയാണ്. അത് പിന്നീട് നേരെ വിക്ടറിന്റെ അടുത്തേക്ക് പാഞ്ഞു വരുന്നുണ്ട്. അവനങ്ങ് പേടിച്ചു പോയി. അത് അവനെ കൊല്ലും എന്ന അവസ്ഥയിൽ വന്നപ്പോൾ പെട്ടെന്ന് ഒരു വെടിശബ്ദം കേൾക്കുകയാണ്. ഒരു 3 പേര് അങ്ങോട്ടേക്ക് വന്നു. വിക്ടറിനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ്. ഒരു പ്രത്യേകതരം ഒരു രൂപം ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരു കറുത്ത രൂപം. അതിന്റെ ദേഹത്ത് നിന്ന് ഇങ്ങനെ എന്തൊക്കെയോ പാറി ഒലിക്കുന്നത് പോലെയുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള രൂപം. എന്തായാലും ഈ വന്നതിൽ പ്രധാനിയായിട്ടുള്ള ഒരാള് ഫാൻഡം, അതാണ് അവന്റെ പേര്. അവന് ഭയങ്കര പവർഫുൾ ആണ് കേട്ടോ. അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഒരൊറ്റ ചവിട്ടാണ്. അത് തെറിച്ചു പോയിട്ട് ആ ഒരു ജീവിയുടെ മേത്ത് തട്ടി നിൽക്കാണ്. കുറച്ചു നേരത്തേക്ക് ഇനി അത് എഴുന്നേൽക്കില്ല. ജീവൻ വേണമെങ്കിൽ ഞങ്ങളുടെ പിന്നാലെ വായെന്ന് ഈ ഫാൻഡം ഉണ്ടല്ലോ വിക്ടറിനെ നോക്കിയിട്ട് പറയാണ്. അങ്ങനെ ഈ വന്ന 3 ആൾക്കാർ മുന്നോട്ടേക്ക് ഓടുകയാണ്. മാത്രമല്ല ഒരു വലിയ കൊക്ക പോലെയുള്ള ഒരു സ്ഥലത്തെത്തിയ സമയത്ത് താഴെയായിട്ടൊരു വലിയൊരു മാർക്കറ്റ് കാണുന്നുണ്ട്. അങ്ങോട്ടേക്ക് എടുത്ത് ചാടാൻ പറയുന്നുണ്ട്. എന്നാൽ അതിന്റെ ആ ഒരു ആഴം കാണുമ്പോൾ വിക്ടറിന് പേടിയാണ്. ഇല്ല, എനിക്ക് ചാടാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ചാടിയിട്ടില്ലെങ്കിൽ നീ മരിക്കുന്നു പറഞ്ഞിട്ട് അവൻ അതിലേക്ക് ഉന്തിയിടുകയാണ്. ഇപ്പൊ അവൻ നേരെ അലറി വിളിച്ചുകൊണ്ട് നേരെ ആ ഒരു മാർക്കറ്റിന്റെ സൈഡിലേക്ക് വന്ന് വീഴുന്നുണ്ട്. എന്നാൽ വന്ന് വീണ ആ ഒരു നിലത്ത് അടിച്ച് മരിക്കുകയല്ല ചെയ്യുന്നത്, പകരം സ്ലൈഡ് ആയിട്ട് വളരെ സേഫ് ആയിട്ട് ഒരു കുഴപ്പമില്ലാതെ വന്ന് ലാൻഡ് ആവാണ് ചെയ്യുന്നത്. എന്ത് ലോകമാണിത്? വല്ലാത്തൊരു അത്ഭുതം തന്നെയല്ലേ. എന്തായാലും ആ ഒരു മാർക്കറ്റിലൂടെ പിന്നെയും ഇവർ 3 പേര് ഓടുകയാണ്. ഇവരുടെ പിന്നാലെ തന്നെ വിക്ടറും. ഇതിനുശേഷം വീണ്ടും ഒരു കുഴി കാണുകയാണ്. അവിടെ നിറയെ വെള്ളമാണ്. ആ വെള്ളത്തിലേക്കും ഇവർ 3 പേരും എടുത്തു ചാടുന്നുണ്ട്. പക്ഷേ അവർ ആ ഒരു വെള്ളത്തിലേക്ക് വീഴാതെ നേരെ മുകളിലുണ്ടായിരുന്ന മറ്റൊരു ബിൽഡിങ്ങിലേക്ക് പോയിട്ടാണ് ലാൻഡ് ആവുന്നത്. അതുപോലെ ഇപ്പൊ വിക്ടറിനോടും വരാൻ പറയുന്നുണ്ട്. പക്ഷെ അവന് ഭയമായിരുന്നു. ഇപ്പൊ അവർ മേലെ നിന്ന് വിളിച്ചു പോകുന്നുണ്ട്, നീ വന്നിട്ടില്ലെങ്കിൽ ആ ഒരു ജീവിയുടെ കൈ കൊണ്ട് നീ മരിക്കുന്നു പറയാണ്. അങ്ങനെ രണ്ടും കൽപ്പിച്ച് നെഞ്ചടിപ്പോട് കൂടിയിട്ട് വിക്ടർ അതിലേക്ക് എടുത്തു ചാടുകയാണ്. അവൻ പേടിച്ചതുപോലെയൊന്നും നടന്നില്ല. ആ വെള്ളത്തിലേക്ക് പോകാതെ സേഫ് ആയിട്ട് അവൻ നേരെ മുകളിലേക്ക് പോയിട്ട് ആ ഒരു ബിൽഡിങ്ങിലേക്ക് കയറുകയാണ്. എന്നാൽ ഇവരുടെ പിന്നാലെ തന്നെ ആ ഒരു ജീവി ഉണ്ടായിരുന്നു. ആ ഒരു ജീവി ഇവർ അറ്റാക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് തന്നെ ഫാൻറ്റം ഉണ്ടല്ലോ എന്തോ ഒരു ആയുധം വെച്ച് അതിനെ തടുക്കാൻ നോക്കുന്നുണ്ട്. ബാക്കിയുള്ളവരോട് പിറകിലേക്ക് നിൽക്കാൻ പറയുകയാണ്. എന്തായാലും ഫാൻറ്റം ആ ഒരു ജീവിയെ തടുത്തെങ്കിലും അവന്റെ കൈക്ക് ആ ഒരു ജീവിയുടെ ഒരു വെട്ട് കൊണ്ടിട്ടുണ്ടായിരുന്നു. അതൊന്നും കുഴപ്പമില്ല, സേഫ് ആയിട്ട് നിങ്ങൾ ആ ഒരു ഡോറിലൂടെ ഇറങ്ങി താഴേക്ക് പോകുന്ന ഫാൻറ്റം പറയാണ്. എങ്ങനെയൊക്കെ ഇവർ 3 പേര് രക്ഷപ്പെടാൻ നോക്കിയിട്ടും പറ്റുന്നില്ല. ഇപ്പൊ ആ ഒരു 3ാമത്തെ ആള് പറയാണ്, ഒരു കാര്യം ചെയ്യും, നിങ്ങളിപ്പോ. ഇയാൾ പിന്നീട് കയ്യിലുണ്ടായിരുന്ന ഒരു ബോംബ് എടുക്കുന്നുണ്ട്. ഈ ഒരു ജീവിയുടെ അടുത്തേക്ക് പോയിട്ട് അത് പൊട്ടിക്കുകയാണ്. ആ ഒരു ബ്ലാസ്റ്റിൽ ആ ഒരു ജീവി നശിച്ചു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു മനുഷ്യനും മരിക്കുകയാണ്. അതെന്തോ ഒരു ടൈം ബോംബാണ്, ടൈമിനെ ഫ്രീസ് ചെയ്ത് കളയും. അങ്ങനെ എന്തോ ഒരു പ്രത്യേക ഒരു സിസ്റ്റമാണ്. പക്ഷേ ഈ ഒരു കാര്യങ്ങളൊക്കെ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് പാവം നമ്മുടെ വിക്ടർ അവനൊരു കുന്തോ മനസ്സിലാവുന്നില്ല. ഇതൊക്കെ എന്തൊക്കെയാന്ന് ഈ ഫാൻറ്റത്തിനോട് ചോദിക്കുമ്പോൾ അവൻ പറയാണ്, അതെന്താണെന്ന് കൂടുതലായിട്ട് ഇപ്പൊ നിന്നോട് പറഞ്ഞുതരാൻ നേരമില്ല. കാരണം അങ്ങനെ പറഞ്ഞുതരാന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും മരിക്കും. സമയമില്ല, നമുക്ക് വേഗം പോകേണ്ടതുണ്ട് പറഞ്ഞിട്ട് ഇവരിങ്ങനെ നടക്കുകയാണ് കേട്ടോ. കണ്ടാൽ വളരെ മനോഹരമാണ്. അതുപോലെ തന്നെ കാണുമ്പോൾ പേടിയും തോന്നും. അങ്ങനെയുള്ള സ്ഥലങ്ങളായിരുന്നു അത്. അപ്പോൾ ആ ഒരു
പെണ്ണിനോട് വിക്ടർ ചോദിക്കുന്നുണ്ട്, നിങ്ങളൊന്ന് ദയവ് ചെയ്തിട്ട് പറയും എന്താണ് ഇത്, ഏതാ ഈ ലോകം എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു പെണ്ണ് പറയാണ്, എന്റെ പേര് ഫ്ലൈ എന്നാണ്. അതുപോലെ തന്നെ വിക്ടറെ, നീ ഈ കാണുന്ന ലോകം ഉണ്ടല്ലോ, ഇതൊരു മെമ്മറി വേൾഡ് ആണ്. പല ആളുകളുടെ ചിന്തയിലൂടെ, അവരുടെ ആ ഒരു ഓർമ്മയിലൂടെ, അവരുടെ ആ ഒരു കാഴ്ചകളിലൂടെ രൂപപ്പെട്ടു വന്ന ഒരു വല്ലാത്ത ലോകം. അവരുടെ ആ ഒരു മെമ്മറി പൂർണ്ണമല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ കാണുന്ന പല ഭാഗങ്ങളും പൂർണ്ണമായിട്ട് വരാത്തത്. ഒരാളുടെ മെമ്മറിയിലുള്ള ആ ഒരു കാര്യങ്ങൾ ഇയാൾ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ അവിടെ അങ്ങനെ രൂപപ്പെട്ടു വരും. പക്ഷെ അത് പൂർണ്ണമാകണമെങ്കിൽ അയാൾ മുഴുവനായിട്ടും അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് ആ ഒരു സ്ഥലം മുഴുവനായിട്ട് സങ്കല്പിച്ചെടുക്കണം. അതെല്ലാം പോട്ടെ, എനിക്ക് മനസ്സിലാവാത്തത് നമ്മളൊക്കെ ആരാണ്, നമുക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ ഈ ഒരു ഫ്ലൈ പറയാണ്, നമ്മളെല്ലാവരും കോമാവസ്ഥയിലാണ്. അതായത് ശരിക്കുള്ള ഭൂമിയിൽ എന്തെങ്കിലും ഒരു കാരണവശാൽ ഒരു അപകടമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖം കാരണം നമ്മൾ കോമാവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെയുള്ള കോമാവസ്ഥയിലാണ് നീ ഇപ്പോൾ വിക്ടറെ. അപ്പൊ നീയോ എന്ന് ഫ്ലൈയോട് ചോദിക്കുമ്പോൾ ഞാനെന്നല്ല, എല്ലാവരും ഇതുപോലെ തന്നെ കോമയിലാണ്. സോ ഈ കോമയിലുള്ള ആൾക്കാരുടെ ആ ഒരു ചിന്തകൾ കൂടി ചേർന്നിട്ടുള്ള ഒരു ലോകമാണിത്, ഒരു കോമ വേൾഡ്. അപ്പൊ ഈ ഒരു ലോകത്തിൽ നിന്നും പുറത്തേക്ക് കടക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു വഴി ഉണ്ടാവില്ലേ, അതിലൂടെ പുറത്തേക്ക് പോയാൽ നമുക്ക് രക്ഷപ്പെട്ടൂടെ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ ഫ്ലൈ പറയാണ്, ശരിയാണ് നീ പറഞ്ഞത് ശരിയാണ്, അതുപോലെ ഒരു വാതിലുണ്ടെങ്കിൽ പോകാം. പക്ഷേ ഇന്നേ വരെ അതുപോലെ ഒരു വാതിൽ ആരും കണ്ടുപിടിച്ചിട്ടില്ല. എന്തായാലും നമ്മുടെ വിക്ടർ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ട്. എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടും, എങ്ങനെ അവന്റെ യഥാർത്ഥ ലോകത്തിലേക്ക്, അതായത് നമ്മുടെ ഭൂമിയിലേക്ക് തിരിച്ചു വരുന്നെങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ അവന്റെ നെറ്റിയിൽ ഒരു മുറി ഉണ്ടായിരുന്നു. അത് കണ്ടപാട് തന്നെ ഫ്ലൈ അവന്റെ അടുത്തേക്ക് എത്തുന്നുണ്ട്. ഭയങ്കര കെയറിങ്ങോട് കൂടിയിട്ട് അവനെ നോക്കിയിട്ട് ആ ഒരു മുറിവിലൊന്ന് തടവുകയാണ്. അടുത്ത നിമിഷം തന്നെ പതിയെ പതിയെ ആ ഒരു മുറിവ് ഇല്ലാതാവുന്നുണ്ട്. അതായത് ഈ ഒരു ഫ്ലൈക്ക് ഈ ഒരു ലോകത്തിൽ ഇങ്ങനെ ഒരു കഴിവുണ്ട്, ഹീലിംഗ് ഫാക്ടർ. മറ്റുള്ളവരുടെ മുറിയെ അതിനൊക്കെ പെട്ടെന്ന് ഇല്ലാതാക്കാനുള്ള ഒരു കഴിവ് അവൾക്കുണ്ടായിരുന്നു. എന്തായാലും ഈ വിക്ടറും ഫ്ലൈയും കൂടെ ഇങ്ങനെ സംസാരിക്കുന്നത് ഫാൻറ്റത്തിന് അത്ര അങ്ങോട്ട് ഇഷ്ടാവുന്നില്ല. കാരണം അവന് ചെറിയൊരു കണ്ണ് ഈ ഒരു പെണ്ണിന്റെ മേത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഫാൻറ്റം വിളിക്കണം, ആ മതി മതി സമയമില്ല വേഗം വാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആ ഒരു മൈതാനത്തിലൂടെ അവർ കുറേ ദൂരം നടന്ന് അവസാനം ഒരു പഴയ തകർന്നു പോയ ഒരു ബസ് കാണുന്നുണ്ട്. ഇതിന്റെ ആ ഒരു ഡോറിന്റെ ഉള്ളിലേക്ക് ഇവർ 3 പേരും കയറുകയാണ്. സത്യം പറഞ്ഞാൽ അതൊരു പോർട്ടലാണ്. അതിലൂടെ ഇവർ മറ്റൊരു ഭാഗത്തേക്ക് എത്തുന്നുണ്ട്. ഇവരെ പോലെ തന്നെ ഒരുപാട് ആൾക്കാർ ആ ഒരു സ്ഥലത്തുണ്ടായിരുന്നു. എന്തിനൊക്കെയോ ഭയന്നുകൊണ്ട് ഇവരവിടെ ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. മാത്രമല്ല ഇവർക്കൊരു ലീഡറും ഉണ്ട്. അയാളുടെ പേര് യാനി എന്നാണ്. ഇവരെല്ലാവരെക്കാളും എത്രയോ വർഷമായിട്ട് ഇവിടെ ജീവിക്കുന്ന ആളാണ് ഈ ഒരു യാന്. അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ലോകത്തെക്കുറിച്ച് അറിയാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്ത് വന്ന ഞങ്ങളെപ്പോലുള്ളവർക്ക് ഈ ലോകത്തിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും അറിയില്ല. അതാണ് സത്യം. ഇപ്പൊ മുകളിലുണ്ടായിരുന്ന യാൻ ഉണ്ടല്ലോ, നമ്മുടെ ഫ്ലൈയോട് വിക്ടറിന് പുതിയൊരു റൂം കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. എന്തായാലും ആ ഒരു റൂമിലേക്ക് പോകുന്ന സമയത്ത് ഫ്ലൈ പല കാര്യങ്ങളും വിക്ടറിനോട് പറയുന്നുണ്ട്. അതായത് ഈ ഒരു ലോകത്തിനെ കുറിച്ചുള്ള ഓരോ കാര്യങ്ങൾ. അതുപോലെ തന്നെ വിക്ടർ ചോദിക്കണം, അല്ല നമ്മളെ കൊല്ലാൻ വന്ന ആ ഒരു ജീവി ഉണ്ടല്ലോ അതെന്താണ് ചോദിക്കുമ്പോൾ ഇപ്പൊ ഫ്ലൈ പറയാണ്, അതിന്റെ പേരാണ് റീപ്പേഴ്സ്. അവറ്റകൾ എന്തിനാണ് നമ്മളെ കൊല്ലാൻ വരുന്നത്, അതൊക്കെ വിശദമായിട്ട് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇതും പറഞ്ഞവരിങ്ങനെ മുന്നോട്ടേക്ക് നടക്കുമ്പോൾ വിക്ടർ ഓരോരോ ചെറിയ റൂമുകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആ ചെറിയ റൂമിന്റെ മറുഭാഗത്തായിട്ട് ഒരു ഹോള് കാണുകയാണ്. അതായത് വിശാലമായിട്ടുള്ള മറ്റൊരു ഏരിയ ഓരോ കുഞ്ഞു റൂമിന്റെ ബേക്കിലായിട്ടും. അതെന്താണെന്ന് ഈ ഫ്ലൈയോട് ചോദിക്കുമ്പോൾ അത് ആ ഒരു റൂം അത്ര തന്നെയുള്ളൂ. പക്ഷെ അതിൽ കിടക്കുന്ന ആൾക്കാരുടെ ആ ഒരു മെമ്മറി അല്ലെങ്കിൽ അവർ കാണുന്ന സ്വപ്നം ഉണ്ടല്ലോ, ആ ഒരു സ്വപ്നലോകമാണ് ആ ഒരു ചുമരിന്റെ അപ്പുറത്തേക്ക് രൂപപ്പെട്ട് വന്നിട്ടുള്ളത്. മാത്രമല്ല ഒരു കാരണവശാലും അങ്ങനെ രൂപപ്പെട്ട ആ ഒരു സ്വപ്നലോകത്തിലേക്ക് നമ്മൾ പോകാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അത് വളരെ അപകടമാണ്. സത്യം പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ റൂമിൽ ഉണ്ടാവുന്ന ആ ഒരു ഡ്രീം വേൾഡിലേക്ക് പോകാനായിട്ട് വലിയ ഭയമാണ്. എന്തായാലും ഇതിനുശേഷം വിക്ടറിനെ കെടുക്കാൻ വേണ്ടിയിട്ട് ഫ്ലൈ ആ ഒരു റൂം കാണിച്ചു കൊടുക്കുകയാണ്. വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ചെറിയ മുറിയായിരുന്നു അത്. എന്തായാലും നല്ല ക്ഷീണമുള്ളത് കൊണ്ട് തന്നെ അവനൊന്ന് വിശ്രമിക്കാന്ന് കരുതിയിട്ട് ചെറുതായിട്ടൊന്ന് കിടന്നു മയങ്ങി പോവാണ്. ആ മയക്കത്തിൽ അവനൊരു സ്വപ്നം കാണുന്നുണ്ട്. അതായത് അവന്റെ രൂപകൽപ്പനയിൽ ഉണ്ടായിരുന്ന ആ ഒരു ഡ്രീം വേൾഡ്, ഒരു സിറ്റിയുടെ ആ ഒരു രൂപം, ആരെയും മോഹിപ്പിക്കുന്ന ഒരു സ്റ്റൈലായിരുന്നു ആ ഒരു സിറ്റിക്ക് അവൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അവന് ലഭിച്ച ഒരു ഇൻവിറ്റേഷൻ കാർഡ്. ഇതൊക്കെ സ്വപ്നത്തിലൂടെ അവനിങ്ങനെ കാണുകയാണ് കേട്ടോ. എന്തോ ഒരു വലിയ ആശ്രമത്തിലേക്ക് ഏതോ ഒരു സന്യാസിയാണ് അവനെ വിളിച്ചിരിക്കുന്നത്. അങ്ങനെ ആശ്രമത്തിലേക്ക് അവൻ പോകുന്ന വഴിയിൽ ആ സന്യാസിയുടെ ആ ഒരു ചിഹ്നവും കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊക്കെ അവർ കാണുന്നുണ്ട്. മാത്രമല്ല അവസാനം അവർ ആ ഒരു ആശ്രമത്തിലേക്ക് എത്തുകയാണ്. ആ ഒരു സന്യാസിയെ കാണുന്നുണ്ട്. സന്യാസി എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഇവനോട് പറയുന്നുണ്ട്. മാത്രമല്ല പിന്നീട് കാണുന്നത് ഒരു കാർ അപകടമാണ്. അവന്റെ കൂടെ തന്നെ ഒരു പെണ്ണും ഉണ്ടായിരുന്നു. പെട്ടെന്ന് ആ ഒരു സ്വപ്നത്തിൽ നിന്നും അവൻ ചാടി എഴുന്നേൽക്കാണ്. നോക്കുമ്പോൾ ഇവനൊരു സ്വപ്നം കണ്ടില്ലേ, അവന്റെ റൂമിന്റെ മറുഭാഗത്ത് ഈ സ്വപ്നത്തിന്റെ ആ ഒരു വേൾഡ് രൂപപ്പെട്ടിരിക്കുകയാണ്. കാർ അപകടം ഉണ്ടായിന്ന് പറഞ്ഞില്ലേ, ആ കാർ അതാ ക്രോസ് ആയി കിടക്കുന്നു. അതിന്റെ ഉള്ളിൽ വിക്ടറിന് തന്നെ ആ ഒരു രൂപമുണ്ട്. എന്തായാലും ഇങ്ങനെ ഒരു ലോകം ഇവിടെ ഉണ്ടായി കണ്ട സമയത്ത് വിക്ടറിന് വല്ലാത്തൊരു അത്ഭുതവും ആശ്ചര്യമൊക്കെ തോന്നുകയാണ്. എന്തായാലും ഇതിന്റെ ഉള്ളിലേക്ക് പോവാ എന്ന് തന്നെ അവൻ തീരുമാനിച്ചു. പതിയെ കാലെടുത്ത് വെക്കാൻ നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഫാൻറ്റം പറയാണ്, ആ പരിപാടി ഒന്നും ചെയ്യേണ്ട, അങ്ങോട്ടേക്ക് പോകണ്ടെന്ന് പറയാണ്. അതുപോലെ തന്നെ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അത്യാവശ്യം എല്ലാവരും ഞാൻ എന്താണോ പറയുന്നത് അത് അവർ കേൾക്കും. നമ്മുടെ ലീഡറായിട്ടുള്ള യാന്, അദ്ദേഹത്തിന്റെ ആ ഒരു സമയം കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ ഒരു പൊസിഷനിലേക്ക് ഇനി വരാൻ പോകുന്നത് ഞാനാണ്. മാത്രമല്ല അവളുമായിട്ട്, അതായത് ആ ഒരു ഫ്ലൈയുമായിട്ട് നീ കൂടുതൽ അടുക്കാൻ നിൽക്കണ്ട, ഞാൻ നോക്കുന്ന പെണ്ണാണ് അവള്. ഈ രണ്ട് കാര്യങ്ങളും നീ മനസ്സിൽ വെച്ചിട്ട് ഇനി അങ്ങോട്ടേക്ക് വന്നാൽ മതി, എല്ലാവരും അവിടെ കാത്തിരിക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വിക്ടറിനെയും കൂട്ടിയിട്ട് നേരെ ഈ ഫാൻറ്റം അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ഇപ്പൊ ഫാൻറ്റം അവനോടൊരു കാര്യം പറയുന്നുണ്ട്. അതായത് ശരിക്കുള്ള വേൾഡിൽ നമുക്ക് പ്രത്യേകിച്ച് പവറോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. എന്ന് ഈ ലോകത്തിൽ വരുമ്പോൾ ഓരോ മനുഷ്യനും ഓരോ പ്രത്യേക കഴിവുകൾ ലഭിച്ചിട്ടുണ്ടാവും. എന്റെ കഴിവ് എന്താ വെച്ചാൽ നല്ല ശക്തിയാണ്. എനിക്ക് എത്ര ഭാരമുള്ള വസ്തുക്കളായാലും എടുത്ത് പൊന്തിക്കാൻ കഴിയും. അതുപോലെ തന്നെ ഒരു പീരങ്കിയുടെ ഉണ്ട വരെ എനിക്ക് പിടിച്ചു നിർത്താൻ കഴിയും. ഇപ്പൊ ഒരു സാമ്പിളിനായിട്ട് ഒരുത്തൻ ഇതുപോലെ ഒരു പീരങ്കിയുടെ ഉണ്ട ഫയർ ചെയ്യുന്നുണ്ട്. അവൻ അതിന് നിസ്സാരമായിട്ട് പിടിക്കുകയാണ്. മാത്രമല്ല എന്താണ് വിക്ടർ നിന്റെ കഴിവ് എന്ന് ഞങ്ങൾക്ക് അറിയണം. നിനക്ക് എന്നെ പോലെ പവർ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്
നോക്കിയിട്ട് അതേ പീരങ്കി പ്രയോഗം തന്നെ വിക്ടറിന്റെ നേരെ നടത്തുകയാണ്. പക്ഷേ അവൻ അവരുണ്ടോ പിടിക്കാൻ പറ്റുന്നു, തെറിച്ച് വീണു പോവാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഫാന്റം പറയാണ് ഇവനെ കൊണ്ട് ഇത് പറ്റില്ല, അതുകൊണ്ട് ആ ഒരു ഫൈറ്റിംഗ് റോബോട്ടിനെ വിളിക്കുന്നു പറയാണ്. അങ്ങനെ റോബോട്ട് വന്നു, അവനെ ക്രൂരമായിട്ട് തന്നെ അടിക്കുകയാണ് കേട്ടോ. അവൻ അതിനോട് പ്രതിരോധിക്കാൻ ഒന്നിനും കഴിയുന്നില്ല. മാത്രമല്ല അവൻ നിലത്ത് വീണ് അടികൊള്ളുന്ന സമയത്ത് പെട്ടെന്ന് അവന്റെ മുകളിലായിട്ട് ഒരു പ്രത്യേകതര ലൈറ്റ് ഫോം ആവുന്നുണ്ട്. എന്നത് പൂർണ്ണമാകുന്നില്ല, അത് പിന്നെ കെട്ടുപോവാണ്. ഇപ്പൊ നിലത്ത് വീണ് എടുക്കുന്ന വിക്ടറിന്റെ അടുത്തേക്ക് വന്നിട്ട് ഫാന്റം പറയാണ് അപ്പൊ നിനക്ക് പ്രത്യേകിച്ച് ഒരു കഴിവില്ല അല്ലേ? ഇവിടെയുള്ള കുറച്ച് ആൾക്കാർക്ക് ഇതുപോലുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള എബിലിറ്റീസ് ഉള്ളൂ, ഒരു കഴിവില്ലാത്ത നിന്നെ പോലെയുള്ള കുറച്ച് ആൾക്കാർ ഇവിടെയും ഉണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ എന്തെങ്കിലുമൊക്കെ ജോലി ഉണ്ടെങ്കിൽ നീ അത് പോയി ചെയ്തു എന്ന് പറയണം. എന്തായാലും ഒരുപാട് ക്ഷീണിച്ചു പോയ വിക്ടർ ഇപ്പൊ അതിന്റെ ഉള്ളിൽ പോയിട്ട് അവൻ ഉറങ്ങിപ്പോവാണ് കേട്ടോ. ആ സമയത്ത് വീണ്ടും അവൻ ഓരോ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങുകയാണ്. എന്തോ ഒരു മെഡിക്കൽ ഫെസിലിറ്റി, ഒരുപാട് ആൾക്കാർ അവിടെ ഒരു സ്ട്രെച്ചറല്ല ഒരു മെഡിക്കൽ ബെഡിൽ കിടത്തിയിട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ നിന്നും ഈ ഒരു വിക്ടർ ഓടി രക്ഷപ്പെടുകയാണ്. എങ്ങനെയൊക്കെ ആ ഒരു ഡോറിന്റെ പാസ്വേഡ് കറക്റ്റ് ആയിട്ട് അടിച്ചു അവന് പുറത്തേക്ക് വന്നു. എന്നാൽ കാറിലേക്ക് കയറിയിട്ട് മറ്റൊരു ലേഡിയുടെ കൂടെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്ന വിക്ടർ മറ്റൊരു വാഹനത്തിൽ ചെന്നിടിച്ച് ആക്സിഡന്റ് ആവുകയാണ്. പെട്ടെന്ന് തന്നെ അവൻ ആ ഒരു സ്വപ്നത്തിൽ നിന്നും ചാടി എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് യാതൊരു ടാലന്റും ഇല്ലാത്ത ആൾക്കാരുണ്ടല്ലോ, ഇവരൊക്കെ ചെയ്യുന്ന സാധാരണ ജോലി ചെയ്യാനായിട്ട് വിക്ടർ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എന്നാൽ അവന്റെ ഉള്ളിൽ വല്ലാത്തൊരു നിരാശയുണ്ട് കേട്ടോ. ഇതെന്തെങ്ങനെ എനിക്ക് മാത്രം എന്താ ഒരു പവറും ഇല്ലാത്തത് എന്നിങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് യാൻ വരികയാണ്. യാൻ വന്നിട്ട് പറയാണ് വിക്ടറെ, ഉറപ്പാണ് എനിക്ക് നിന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് നിന്റെ ഉള്ളിൽ മറ്റെന്തോ ഒരു ടാലന്റ് ഉണ്ട്, നീ അത് കണ്ടുപിടിക്കും. എന്തായാലും നീ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പരിശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിപ്പോ ഈ വിക്ടറിന് എന്താ പറയുക ഒരു പ്രോത്സാഹനം കൊടുക്കാൻ നോക്കുന്ന സമയത്ത് വിക്ടർ പറയാണ് അല്ല ഞാൻ എന്തിനാണ് ഒരുപാട് അതിനുവേണ്ടി കഷ്ടപ്പെടുന്നത്, എന്തായാലും ഞാൻ ആശുപത്രിയിലാണെങ്കിൽ എനിക്ക് ട്രീറ്റ്മെന്റ് കിട്ടുന്നുണ്ടാവും, എന്തായാലും ഞാൻ കണ്ണു തുറക്കും, അപ്പൊ ഈ ഒരു ലോകത്ത് നിന്ന് എനിക്ക് രക്ഷപ്പെടാലോ. ഇപ്പൊ ചെറുതായിട്ടൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഞാൻ പറയാണ് മോനെ നീ വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ശരിക്കുള്ള അതായത് നമ്മുടെ ഭൂമിയിലെ ഒരു ദിവസം അത് ഈ ഒരു കോമാ ലോകത്തിൽ ഏകദേശം കുറച്ചധികം മാസങ്ങളാണ്. ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാം, ഒരു വർഷം നീ കോമയിൽ കിടന്നു എന്ന് വിചാരിക്കുക, പക്ഷെ ഈ ലോകത്തിൽ അത് 60 വർഷങ്ങളായിരിക്കും. അങ്ങനെയുള്ള ഈ ഒരു ലോകത്തിൽ നീ സർവൈവ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും നിനക്ക് എന്തെങ്കിലും നല്ലൊരു സ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ നിനക്ക് സർവൈവ് ചെയ്യാൻ കഴിയുള്ളൂ. ഇതേ സമയത്ത് ഇവിടുന്ന് ഒരു ടീം മറ്റെങ്ങോട്ടോ പോകാൻ നിൽക്കുകയാണ്. അതായത് ഇവിടെ എവിടെയായിട്ട് വലിയൊരു മുങ്ങിക്കപ്പൽ വെള്ളത്തിലായിട്ട് അങ്ങനെ പെട്ടുകിടക്കുന്നുണ്ട്. അതിന്റെ ഉള്ളിലായിട്ട് ഒരുപാട് ആയുധങ്ങളുണ്ട്. ആ ആയുധങ്ങൾ കളക്ട് ചെയ്യാനായിട്ട് ഈ ഒരു കൂട്ടം പോകാൻ നിൽക്കണം. ഇപ്പൊ വിക്ടർ പറയാണ് എന്നാ പിന്നെ അവരുടെ കൂടെ ഞാനും പോയിക്കോട്ടെ എന്ന്. ഞാൻ അതിനുള്ള ഒരു പെർമിഷൻ കൊടുക്കുകയാണ്. അങ്ങനെ ഇവരെല്ലാവരും അത്യാവശ്യം വേണ്ട ഗൺസ് അതുപോലെ തന്നെ ബോംബ് ഈ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് നേരെ ആ ഒരു പോർട്ടലുണ്ടല്ലോ ഇതിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. പിന്നീട് അതിന്റെ മറുവശത്തു കൂടെ ഇവർ ഇറങ്ങുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെയുള്ള ആ ഒരു ബസ് തന്നെയാണ്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഇതൊരു പോർട്ടലാണെന്ന്. എന്തായാലും ഇവരങ്ങനെ മുന്നോട്ടേക്ക് പോകണം. ആ സമയത്ത് തന്നെ കോമാലോകത്തിലെ പല കാഴ്ചകളെയും നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒരു വിഷ്വൽ പോലെ ഞാൻ കാണിച്ചു തരാം. എല്ലാവർക്കും ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന്റെ ആവശ്യമില്ലല്ലോ. കുറച്ചധികം വിഷ്വൽ തന്നെ ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പശുവിനെ കണ്ടു. അതിപ്പോഴും പൂർണ്ണമല്ല. ഈ ലോകത്തിൽ വന്ന ഏതോ ഒരു മനുഷ്യന്റെ പൂർണ്ണമാകാത്ത മെമ്മറിയാണത്. ഒന്നില്ലെങ്കിൽ അയാൾക്ക് ബോധം വന്ന് കണ്ണു പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ ഒരു ലോകത്ത് വെച്ച് അയാൾ മരണപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ വിക്ടറിനോട് ഓരോരുത്തർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഇവരിപ്പോ ആ ഒരു മുങ്ങിയ കപ്പലിന്റെ അടുത്തേക്ക് പോകാണല്ലോ. അപ്പൊ സേഫ് ആയിട്ടുള്ള ഒരു വഴി ഇവർക്ക് വേണം. അപ്പോൾ ഇവർക്ക് നാവിഗേറ്റർ ആയിട്ട് എപ്പോഴും ഇവരുടെ കൂടെയുള്ള ഒരാളെന്ന് വെച്ചാൽ അത് ആസ്ട്രോ ആണ്. അതായത് എങ്ങോട്ടേക്ക് പോകണം, എങ്ങനെ പോകണം, ആ ഒരു ദിശ കറക്റ്റ് ആയിട്ട് അവന് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഒരു ടാലന്റ് അവനുണ്ട്. അതുപോലെ ഇവരങ്ങനെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതേ സമയത്ത് തന്നെ വലിയൊരു കുഴിയുടെ അപ്പുറത്തായിട്ട് മറ്റൊരു ദ്വീപ് പോലെ ഫ്ലോട്ട് ആയിട്ട് ഒരു ഏരിയ അങ്ങനെ കിടക്കുന്നുണ്ട്. ആ ഒരു സ്ഥലത്തായിട്ട് 2 ഇതുപോലെയുള്ള ജീവികളുണ്ടല്ലോ, റീപ്പേഴ്സ്. അതിന്റെ ആ ഒരു പേര് നമ്മുടെ ഫ്ലൈ എന്ന് വിക്ടർക്ക് പറഞ്ഞു കൊടുത്തു. പക്ഷേ അവറ്റകൾ എന്താണെന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പൊ അതെന്താണെന്ന് വിക്ടറിനോട് ഇപ്പൊ ഫാന്റം പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് റിയൽ വേൾഡിൽ നിന്നും കോമാവസ്ഥയിലേക്ക് വന്ന നമ്മൾ ഈ ഒരു ലോകത്തിലേക്ക് എത്തും. മാത്രമല്ല ഈ ഒരു ലോകത്തിൽ വെച്ച് നമ്മൾ മരണപ്പെട്ടാൽ നമ്മൾ ആകാൻ പോകുന്നത് ആ കാണുന്ന കോലത്തിലായിരിക്കും. അതായത് വേട്ടക്കാരായിട്ടുള്ള റീപ്പേഴ്സ് ആയിട്ട് മാറും. അതൊരിക്കലും ഒരു നല്ല കാര്യമല്ല. എന്തായാലും നമുക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് ഇവരങ്ങനെ മുന്നോട്ടേക്ക് പോകണം. അതായത് ഈ ഒരു റീപ്പേഴ്സിന് അത്ര പെട്ടെന്ന് ഇവരുടെ അടുത്തേക്ക് വരാൻ പറ്റില്ല. ഇതിന്റെ ഇടയിൽ വലിയൊരു കുഴിയുണ്ട്. മാത്രമല്ല ഇനി ഇവർക്ക് മുന്നോട്ടേക്ക് പോകണമെങ്കിൽ തന്നെ അവിടെ മറ്റൊരു ഗ്രൂപ്പ് ഉണ്ട് ഇവരെ പോലെ തന്നെ. അതായത് കാടിന്റെ പല ഭാഗത്തായിട്ട് പല ട്രൈബ്സും ഉണ്ടാവില്ലേ, അതുപോലെ ഈ ഒരു കോമാലോകത്തിൽ പല ഗ്രൂപ്പുകളായിട്ടാണ് ആൾക്കാർ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ താണ്ടി പോകണമെങ്കിൽ അവരുമായിട്ട് ഒരു അറ്റാക്ക് നടത്തിയേ മതിയാവുള്ളൂ. സോ ഈ കൂട്ടത്തിൽ ഒരാളുണ്ട് കേട്ടോ, ഒരു പെണ്ണാണ്, സ്പിരിറ്റ് എന്നാണ് അവളുടെ ആ ഒരു പേര്. അവളുടെ ഒരു ടാലന്റ് എന്ന് വെച്ചാൽ അപകടം ചുറ്റും എവിടെയെങ്കിലും ഉണ്ടെങ്കിലും അത് മനസ്സിലാക്കാനും കഴിയും. അതുപോലെ തന്നെ ഒരാളുടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഒരു ഹോളോഗ്രാം രൂപം പോലെ ഉണ്ടാക്കാനും കഴിയും. എന്തായാലും ഇപ്പൊ സ്പിരിറ്റ് ഈ ഫാന്റം ഉണ്ടല്ലോ അവന്റെ ആ ഒരു രൂപം ഉണ്ടാക്കിയിട്ട് അവിടെ ഉണ്ടായിരുന്ന കാവൽക്കാരുടെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. സോ അവരങ്ങോട്ടേക്ക് പോകുമ്പോൾ പിറകിൽ നിന്നും ഫാന്റം ഇവർ അറ്റാക്ക് ചെയ്യാണ്, ഇവരെ കൊന്നുകളയാണ്. മാത്രമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഫയറിങ്ങും തല്ലും പിടിയും എല്ലാം തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഇവരുടെ ഗ്രൂപ്പിൽ ഒരു പ്രത്യേക കാര്യത്തിൽ ഒരു മുട്ടയാണ്, പക്ഷെ നടുവിലൊരു മുടിയൊക്കെ ഉണ്ട്. ഇയാളുടെ കയ്യിൽ ഒരു ഭയങ്കര മാരകമായ ഗണ്ണുണ്ട്. നന്നായിട്ട് തന്നെ ആ ഒരു ഗണ്ണ് ഉപയോഗിച്ച് ഇയാൾക്ക് ഫയർ ചെയ്യാറുണ്ട്. പിന്നെ നമ്മുടെ ഫാന്റത്തിന്റെ കാര്യം പറയണ്ടല്ലോ, മഹാബലവനാണ്. കാറെല്ലാം മുകളിൽ നിന്നും താഴേക്കിട്ട് വലിച്ചെറിഞ്ഞ് ഇവിടെ ഉണ്ടായിരുന്ന ഒരുവിധം ആൾക്കാരെയൊക്കെ തീർക്കുകയാണ്. പക്ഷേ ഈ ഫാന്റത്തിന്റെ കാര്യം എന്താ വെച്ചാൽ ഇയാളൊരു നാസിസ്റ്റ് ആണ്. ഇയാൾക്ക് ഇയാളോട് മാത്രമേ സ്നേഹമുള്ളൂ. ആ കൂട്ടത്തിൽ ആർക്ക് എന്ത് പറ്റിയാലും ഈ ഫാന്റത്തിന് ഒരു കുഴപ്പമില്ല. എന്തിനാണോ പോകുന്നത് ആ ഒരു കാര്യം നടത്തിയിട്ട് വരാം, ആ ഒരു ചിന്ത മാത്രം. ഇതിനെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും ഈ ഫാന്റത്തിനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കും. മാത്രമല്ല ഇപ്പൊ ടീമിന്റെ ലീഡർ ഞാനെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അധികാരഭാവമാണ് അവന്. അങ്ങനെ അവസാനം ഇവർ തേടി വന്ന ഒരു മുങ്ങിക്കപ്പലുണ്ടല്ലോ അതിന്റെ അടുത്തേക്ക് എത്താണ്. ഒരു വല്ലാത്ത രീതിയിൽ കുറച്ച് വെള്ളം അതിന്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരു വല്ലാത്ത രീതിയിൽ ഒരു വല്ലാത്ത വിഷ്വൽ തന്നെയാണ്. ഏതോ
ഒരാളുടെ മെമ്മറിയാണത്. സോ ആ ഒരു ഭാഗത്ത് കുടുങ്ങി കിടക്കുന്ന ഈ ഒരു കപ്പൽ ഇവർ കാണുകയാണ്. ഇതിന്റെ ഉള്ളിൽ ബോംബുകളുണ്ട്, ആയുധങ്ങളുണ്ട്. ഇത് എടുക്കാൻ വേണ്ടി ഇവർ മുകളിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ആ ഒരു മിസൈൽ, ബാക്കിയുള്ള ആ ഒരു റോക്കറ്റ്, ഇതിനൊക്കെ ഭയങ്കര വെയിറ്റ് ആണ്. പക്ഷെ ഇതെങ്ങനെ താഴെ വീണ പൊട്ടുകയും ചെയ്യും. സോ പതിയെ പതിയെ ഇതിനവർ താഴേക്ക് ഇറക്കാണ്. അപ്പോൾ ഇത് ഇറക്കാനായിട്ട് നല്ലൊരു മാർഗ്ഗം ഉണ്ടെങ്കിൽ എളുപ്പമായിരുന്നു എന്ന് വിക്ടർ പറയുമ്പോൾ നീ മര്യാദക്ക് ഇത് നോക്കി ചെയ്യുന്നു പറയാണ്. മാത്രമല്ല ഇപ്പൊ ഈ ഒരു ഫാൻ്റെ മറ്റൊരു കാഴ്ച കാണുന്നുണ്ട്. ഇവരുടെ അടുത്തേക്ക് ആ ഒരു റീപ്പേഴ്സ് ഒരു 2-3 വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മുകളിലുണ്ടായിരുന്നവരോട് പെട്ടെന്ന് തന്നെ ആ ഒരു മിസൈൽ ഹോൾഡ് ചെയ്ത് അവരോട് അവിടെ ഇരിക്കാൻ പറയാണ്. പിന്നെ ബാക്കിയുള്ളവർ ഇവിടുന്ന് രക്ഷപ്പെട്ട് പോകാൻ നിൽക്കുകയാണ്, മെയിനായിട്ട് ഫാൻറ്റം തന്നെ. പക്ഷെ ഈ ഒരു അവസ്ഥയിൽ മുകളിലുള്ളവരെ വിട്ടിട്ട് പോകാനായിട്ട് വിക്ടറിന് പറ്റിയില്ല. അവൻ എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ ഒരു കണ്ണടക്കുകയാണ്. മൈൻഡ് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാണ്. മാത്രമല്ല ഈ ഒരു മുങ്ങി കപ്പലിന്റെ സൈഡിലൂടെ പെട്ടെന്ന് ഒരു രൂപം തനിയെ ഉണ്ടായി വരികയാണ്. അതായത് ഒരു സ്ലൈഡ് പോലെ. ഇപ്പൊ ആ ഒരു കപ്പലിന്റെ മുകളിൽ നിന്നും ആ ഒരു മിസൈലുമായിട്ട് ഒരുത്തൻ താഴേക്ക് വീഴുന്നുണ്ട്. എന്നാൽ ആ സ്ലൈഡിലേക്കാണ് അവൻ വീണത്. പിന്നീട് പിന്നെ ആ ഒരു മിസൈലുമായിട്ട് വളരെ സേഫ് ആയിട്ട് തന്നെ താഴേക്ക് സ്ലൈഡ് ചെയ്ത് വരുന്നുണ്ട്. അതായത് നമ്മുടെ വിക്ടറിന്റെ ടാലന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ മൈൻഡിലൂടെ ചില കാര്യങ്ങൾ അവന് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ കഴിയും. യഥാർത്ഥ ലോകത്തിൽ അവനൊരു ആർക്കിടെക്ട് ആണെങ്കിൽ ആ ഒരു ടാലന്റ് തന്നെയാണ് അവൻ ഈ ഒരു ലോകത്തിലും ലഭിച്ചിരിക്കുന്നത്. എന്തായാലും പിന്നീട് ആ ഒരു മൃഗങ്ങളുടെ കയ്യിൽ നിന്നും ഇവരെല്ലാവരും സാഹസികമായിട്ട് തന്നെ രക്ഷപ്പെട്ടു പോവാണ്. അങ്ങനെ അവരുടെ ആ ഒരു ബേസിലേക്ക് എത്തിയ സമയത്ത് ശരിക്കുള്ള വിക്ടറിന്റെ കഴിവ് എന്താണെന്ന് എല്ലാവരോടും പറഞ്ഞു കൊടുക്കുകയാണ്. അതുപോലെ ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് നമ്മുടെ ഫ്ലൈ ഉണ്ടല്ലോ, അവരുടെ ഈ ഒരു നേതാവായിട്ടുള്ള യാനിന്റെ ഏറ്റവും വലിയ സ്വപ്നം എന്താണെന്നുള്ള കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു റീപ്പേഴ്സ് അവറ്റകൾക്കൊന്നും വരാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പുതിയ ഐലൻഡ്, വളരെയധികം സേഫ് ആയിട്ട് എല്ലാവർക്കും നല്ല രീതിയിൽ താമസിക്കാൻ കഴിയുന്ന ഒരു ഐലൻഡ്. പക്ഷെ അത് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അതുപോലെ ടാലന്റ് ഉള്ള ഒരാൾ തന്നെ ഇങ്ങോട്ടേക്ക് വരണം. സോ അങ്ങനെ ഒരാളെ ഈ യാൻ അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. സോ ഈ ഒരു കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് ചർച്ച ചെയ്ത സമയത്ത് യാൻ പറയാണ്, നമ്മൾ കാത്തിരുന്നത് പോലെ തന്നെ ഒരാളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു സുരക്ഷിതമായിട്ടുള്ള ഒരു ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം. അവിടെ നമ്മുടെ വിക്ടറിന്റെ ടാലന്റ് ഉപയോഗിച്ചുകൊണ്ട് വളരെയധികം സേഫ് ആയിട്ടുള്ള ഒരു ലാൻഡ് നമുക്ക് നിർമ്മിച്ചെടുക്കാം. അപ്പൊ നാളെ തന്നെ അങ്ങനെ ഒരു സ്ഥലം തേടി നിങ്ങൾ പോകണം. എന്തായാലും ആസ്ട്രോ, നീയാണ് ഇവർക്ക് വഴി കാട്ടുന്നത്, അതുപോലെ തന്നെ നീയാണ് ഇവരുടെ ലീഡർ എന്ന് പറയുമ്പോൾ ഫാൻറ്റത്തിന് ഇത് ഇഷ്ടാവുന്നില്ല. ഇപ്പൊ ഞാനോട് ചോദിക്കുന്നുണ്ട്, അല്ല ഇത്രയും കാലം ഞാനായിരുന്നല്ലോ ലീഡർ, പിന്നെന്താ പെട്ടെന്നൊരു മാറ്റം എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ പറയാണ് അത് അതിൻ്റെതായ ചില ആവശ്യങ്ങളുണ്ട്, അത് നിനക്ക് മനസ്സിലായിക്കോളൂന്ന് ഞാനിപ്പോ ഫാൻറ്റത്തിനോട് പറയണം. ഇപ്പൊ നമ്മുടെ വിക്ടർ ഒരു ഭാഗത്ത് പോയിട്ട് ഒറ്റക്ക് അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അവന്റെ മൈൻഡിന് നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അവന്റെ മനസ്സിൽ ഒരു ആർക്കിടെക്ടൽ സ്ട്രക്ചർ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, അതിനെ ഇവിടെ വെച്ച് അതിന്റെ ആ ഒരു മിനിയേച്ചർ രൂപം അവൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. പെട്ടെന്നൊന്നും പറ്റുന്നില്ല. പിന്നീട് വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്ത് കഷ്ടപ്പെട്ട് അതിന്റെ ആ ഒരു ചെറിയ രൂപം, ഒരു ചെറിയ ഭാഗം അവൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്ന ഫ്ലൈ ആ സംഭവം കണ്ട് ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈനോ, അവളാകെ ഷോക്കായി പോയി. അത്രയും മനോഹരമായിരുന്നു അത്. എന്തായാലും ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. പതിയെ പതിയെ ഇവർ നന്നായിട്ടൊന്ന് ക്ലോസ് ആവുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ആര് കാണാണ്, ഫാൻറ്റം കാണാണ്. അവന് തീരെ ഇത് ഇഷ്ടാകുന്നില്ല. മാത്രമല്ല ഇവന്റെ കയ്യിൽ എപ്പോഴും ഒരു തുണി ചുറ്റിയതുപോലെ കാണാം. അതായത് നമ്മുടെ വിക്ടറിനെ ഇവർ ആദ്യമായിട്ട് കണ്ടപ്പോൾ അവനെ രക്ഷപ്പെടുത്താനായിട്ട് അങ്ങോട്ടേക്ക് പോയില്ലേ, ആ സമയത്ത് അവന്റെ കയ്യിലൊരു മുറി ആ ഒരു റീപ്പേഴ്സുകാരൻ ഉണ്ടായിരുന്നില്ല, അതിപ്പോഴും ഉണങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് അവനിങ്ങനെ കയ്യിൽ എപ്പോഴും തുണി ചുറ്റി നടക്കുന്നത്. എന്തായാലും പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ തന്നെ ആ ഒരു പുതിയ ഐലൻഡ് അത് നിർമ്മിക്കാനായിട്ടുള്ള ഒരു സ്ഥലം വേണമല്ലോ, അങ്ങോട്ടേക്ക് ഇവരെല്ലാവരും പോകാൻ നിൽക്കുകയാണ്. മാത്രമല്ല വഴികാട്ടിയായിട്ട് ആസ്ട്രോ ആണ്. ആസ്ട്രോ കാണിക്കുന്ന ആ ഒരു വഴിയിലൂടെയാണ് ഇനി ഇവർ മുന്നോട്ടേക്ക് പോവുക. അവനെ അറിയുള്ളൂ സേഫ് ആയിട്ടുള്ള ആ ഒരു വഴിയും അതുപോലെ തന്നെ സേഫ് ആയിട്ടുള്ള ആ ഒരു സ്ഥലവും. മാത്രമല്ല വളരെയധികം സുരക്ഷിതമായിട്ട് ഇവർ പോകുന്നതുകൊണ്ട് അങ്ങനെയുള്ള ആ ഒരു ജീവികൾ റീപ്പേഴ്സ് വന്നാൽ അവരെ ആക്രമിക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു ബോംബ് അത് ഇവരാരും എടുത്തിട്ടില്ല. പക്ഷെ ഒരാൾ മാത്രം അത് എടുത്തിട്ടുണ്ട്, ഫാൻറ്റം. എന്തായാലും ഇവരുടെ ആ ഒരു യാത്ര മുന്നോട്ടേക്ക് തന്നെ അങ്ങനെ പോയി കുറച്ച് അകലെത്തിയ സമയത്ത് ഇവരുടെ കൂടുതൽ ആ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലോ, അതായത് ഓരോ ആളുകളുടെയും രൂപത്തെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ ടാലന്റ് ഉള്ള ഒരു പെണ്ണ്, അവൾക്ക് മറ്റൊരു ടാലന്റ് കൂടെ ഉണ്ട്, അപകടങ്ങളെ നേരത്തെ മനസ്സിലാക്കാൻ കഴിയും. അതായത് സ്പിരിറ്റിന് ഇപ്പൊ എന്തോ ഒരു സെൻസ് നമ്മുടെ ചുറ്റുഭാഗത്ത് എവിടെയോ ആയിട്ട് അവറ്റകളുണ്ട്, അതായത് റീപ്പേഴ്സ് തന്നെ. എന്ന ഒരു കാരണവശാലും അത് സംഭവിക്കില്ല എന്ന് തന്നെ ഈ ആസ്ട്രോ പറയാണ്. കാരണം അത്രയും സുരക്ഷിതമായിട്ടുള്ള വളരെയധികം നിരീക്ഷണത്തിലൂടെയാണ് ഈ ഒരു വഴി ആസ്ട്രോ കണ്ടുപിടിച്ചത് തന്നെ. അല്ല എനിക്ക് ഉറപ്പാണ് നമ്മുടെ ചുറ്റും എവിടെയായിട്ടോ അവറ്റകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മൾ വളയപ്പെട്ടിരിക്കുകയാണ്. ഇപ്പൊ എല്ലാവരും ആകെ പരിഭ്രാന്തിയിലാവുകയാണ്. അവറ്റകൾ വന്നിട്ടുണ്ടെങ്കിൽ ആക്രമിക്കേണ്ട ആ ഒരു ബോംബ് വരെ ഇപ്പൊ ഇവരുടെ കയ്യിലില്ല. കാരണം ഇത് വളരെയധികം സുരക്ഷിതമായിട്ടുള്ളൊരു വഴിയാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് അവരതൊന്നും എടുക്കാതിരുന്നത്. പലരും പല ഭാഗത്തേക്ക് പോയി നോക്കുകയാണ്. ഇതേ സമയത്തിന് നമ്മുടെ വിക്ടർ ഒരു ഭാഗത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ഒരു വലിയ ആകാശത്തിന്റെ ഒരു കാഴ്ച അവൻ കാണുന്നുണ്ട്. മാത്രമല്ല മേഘങ്ങൾക്കിടയിലായിട്ട് അങ്ങനെ നിശ്ചലമായി നിൽക്കുന്ന വലിയൊരു എയ്റോപ്ലെയിനും അവൻ അങ്ങനെ കാണുകയാണ്. എന്തായാലേ ഇതുപോലൊരു ലോകത്തിലേക്ക് പോകാനായിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ആഗ്രഹം തോന്നില്ലേ? പക്ഷേ അതിന് കോമാവസ്ഥയിലാവണ്ടേ. അതുകൊണ്ട് തൽക്കാലം നമുക്ക് അവർ ആഗ്രഹം വേണ്ട. എന്തായാലും വിക്ടർ ആ ഒരു വിമാനത്തിലേക്ക് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇത് ഏതോ ഒരു മനുഷ്യന്റെ ഒരു മെമ്മറിയാണ്, അതാണ് ഇവിടെ അങ്ങനെ രൂപപ്പെട്ട് നിൽക്കുന്നത്. എന്തായാലും ഇത് അവനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ പോലും അറിയാതെ അവന്റെ പിന്നിൽ നിന്നും ഒരു റീപ്പർ വന്ന് അറ്റാക്ക് ചെയ്യാണ്. പക്ഷെ അവൻ മരണപ്പെട്ടില്ല. അതിന് മുന്നേ തന്നെ ഈ റീപ്പറിനെ മറ്റൊരാൾ കൊല്ലുന്നുണ്ട്. ഇവരുടെ കൂട്ടത്തിൽ ഗണ്ണെല്ലാം നന്നായിട്ട് ഉപയോഗിക്കാറിയുന്ന ഒരു പ്രത്യേക ഹെയർ സ്റ്റൈലുള്ള ഒരു മുട്ടയുണ്ടെന്ന് പറഞ്ഞില്ലേ, അവൻ തന്നെ. അവന്റെ പേര് ടാങ്ക് എന്നാണ് കേട്ടോ. എന്തായാലും ഇപ്പൊ നമ്മുടെ വിക്ടർ രക്ഷപ്പെട്ടു. ഇതെങ്ങനെയാണ് രക്ഷപ്പെടുത്താൻ ഇത്ര കറക്റ്റായിട്ട് നീ ഇങ്ങോട്ടേക്ക് വന്നെന്ന് ചോദിച്ചപ്പോൾ ഞാനാണ് പറഞ്ഞത് നീ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് നിന്നെ രക്ഷപ്പെടുത്താൻ വരാൻ. അങ്ങനെ എല്ലാവരും വീണ്ടും ഒരുമിച്ച് ചേരുകയാണ്. എന്നാൽ ഈ സമയത്ത് എന്ത് കാരണത്തിന്റെ പേരിലാണെന്ന് അറിയില്ല ഈ ഫാൻഡ് ഓടി വന്നിട്ട് വിക്ടറിനെ ആക്രമിക്കുകയാണ്. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളുണ്ടാവുന്നുണ്ട്. അവസാനം അടിയാവാണ്. ഈ അടിയുടെ ഇടയിൽ ഫാൻറ്റത്തിന്റെ ബാഗിലുണ്ടായിരുന്ന ആ ഒരു ബോംബ് ഉണ്ടല്ലോ, ഇത് താഴേക്ക് വീഴുന്നുണ്ട്. ഇപ്പൊ എല്ലാവരും ഈ ഒരു ഫാൻറ്റത്തിന്റെ അടുത്തേക്ക് വരികയാണ്.
അവനോട് ചോദിക്കുകയാണ്, നമ്മൾ ആരും ഈ ഒരു ബോംബ് എടുത്തില്ല, നീ മാത്രം ഇതെടുത്തു. അതിനർത്ഥം ഈ ഒരു റീപ്പേഴ്സ് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരുമെന്ന് നിനക്ക് നേരത്തെ മനസ്സിലായിട്ടുണ്ട്. അതെങ്ങനെയാ നിനക്ക് മനസ്സിലായെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഫാൻറ്റം ആകെ പരുങ്ങുകയാണ്. അതുപോലെ അവന്റെ കയ്യിൽ ഒരു തുണി ചുറ്റി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ തുണി പതിയെ പതിയെ ഊരി താഴേക്ക് വീഴുന്നുണ്ട്. അപ്പോഴാണ് ഒരു കാര്യം കാണുന്നത്, ഇവന്റെ കൈ പയ്യെ 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 റീപ്പേഴ്സിന്റെ ആ ഒരു രൂപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. തുടക്കത്തിൽ അവന്റെ കൈക്കൊരു അറ്റാക്ക് ഉണ്ടായിരുന്നില്ല, ഒരു മുറിവുണ്ടായില്ലേ, ആ മുറിവ് ഉണങ്ങിയില്ല. പകരം റീപ്പേഴ്സിന്റെ ആ ഒരു ഇൻഫെക്ഷൻ അവന്റെ ശരീരത്തിലേക്ക് ബാധിച്ചിരിക്കുകയാണ്. എന്തായാലും ഇതെല്ലാവരും മനസ്സിലാക്കി ഇവിടുന്ന് ഓടി രക്ഷപ്പെടാന്ന് പറഞ്ഞിട്ട് അവൻ ഇവിടുന്ന് ഒരു ഒറ്റ ഓട്ടം വെച്ച് കൊടുക്കുക. ഇതിന്റെ ഇടയിൽ ഇങ്ങോട്ടേക്ക് വന്ന ഒരുപാട് റീപ്പേഴ്സ് ഈ കൂട്ടത്തിൽ ഓരോരുത്തരായിട്ട് കൊല്ലുകയാണ്. അവരും റീപ്പേഴ്സ് ആയിട്ട് മാറുകയാണ്. സോ ഇവറ്റകളെ തടുക്കാനായിട്ട് ഒരു വലിയ മതിൽ തന്നെ അവന്റെ ആ ഒരു മൈൻഡ് കൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വിക്ടർ നോക്കുമ്പോൾ ഞാൻ പറയാണ്, അതിനൊന്നും ഇപ്പൊ നിൽക്കണ്ട, വേഗം വാ, നമുക്ക് രക്ഷപ്പെടാന്ന് പറയാണ്. എന്തായാലും ആകെ ബാക്കിയായിട്ടുള്ളത് ഒരു 4-5 പേര് മാത്രമാണ്. ഇവർ ഇവിടുന്ന് പോകാൻ നിൽക്കുന്ന അതേ സമയം തന്നെ ഈ ഫാൻറ്റം ഉണ്ടല്ലോ ഇവര് കാണുകയാണ്. അവൻ എന്തോ ഒരു മനസാക്ഷി കുത്ത് തോന്നുകയാണ്, വേണ്ടായിരുന്നു ഈ ഒരു ചതി ഇവരോട് ചെയ്യേണ്ടായിരുന്നു. കാരണം ഇവൻ ഇങ്ങനെ റീപ്പറായി മാറുന്നത് കൊണ്ടാണ് ഇവന് ഫോളോ ചെയ്തുകൊണ്ട് ബാക്കിയുള്ള റീപ്പേഴ്സ് ഇങ്ങോട്ടേക്ക് വന്നത്. സത്യം പറഞ്ഞ ആസ്ട്രോ അവൻ ഉണ്ടാക്കിയ ആ ഒരു വഴി അല്ലെങ്കിൽ തേടി കണ്ടുപിടിച്ച ഈ ഒരു വഴി വളരെയധികം സുരക്ഷിതമായിരുന്നു. എന്നാൽ ഈ ഒരു ഫാൻറ്റം ഇങ്ങനെ പതിയെ പതിയെ റീപ്പറായി മാറിയത് കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു റീപ്പർ ഇവിടെ ഉണ്ടെങ്കിൽ സോ അതിന്റെ ചുറ്റുവട്ടത്തായിട്ട് ബാക്കിയുള്ള റീപ്പേഴ്സ് വരും, അത് സ്വാഭാവികമാണ്. അങ്ങനെയാണ് അവറ്റകൾ വിക്ടറിനെയും ബാക്കിയുള്ള എല്ലാവരും ഇങ്ങനെ കണ്ടത്. അവർ ട്രാപ്പിലായത്, ഒരുപാട് പേര് മരിച്ചു പോയതും. സോ അതിന്റെ ആ ഒരു മനസ്സാക്ഷി കുത്ത് നല്ലോണം അവനുണ്ട്. അതുകൊണ്ട് തന്നെ അവരെങ്ങനെയെങ്കിലും സുരക്ഷിതമാക്കണം, അവരെ സഹായിക്കണം എന്ന് കരുതിയിട്ട് അവർ ആക്രമിക്കാനായിട്ട് പോകുന്ന ഒരു റീപ്പറിനെ അവർ ബോംബും പിടിച്ചിട്ട് അവനിങ്ങനെ വിളിക്കുന്നുണ്ട്, എങ്ങോട്ടാടാ പോകുന്നത്, ദാ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ടേക്ക് വന്നിട്ട് അതിനെ ആകർഷിക്കാൻ വേണ്ടി നോക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ഫാൻറ്റത്തിനെ ഒന്ന് നോക്കിയിട്ട് ആ ഒരു റീപ്പർ വീണ്ടും മുന്നോട്ടേക്ക് തന്നെ, ഇനി എനിക്ക് നിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട്, കാരണം അധികം വൈകാതെ ഫാൻറ്റം തന്നെ ഒരു റീപ്പറായിട്ട് മാറിക്കോളും. ഇപ്പൊ ബാക്കിയുള്ള എല്ലാവരും അതിവേഗത്തിൽ ആ ഒരു ബസ്സിലേക്ക് തന്നെ തിരിച്ച് ഓടി കയറാൻ വേണ്ടി നോക്കുകയാണ്. ഇനി ബാക്കിയുള്ളത് നമ്മുടെ വിക്ടർ ഉണ്ട്, ഫ്ലൈ ഉണ്ട്, അതുപോലെ ആ ഒരു സ്പിരിറ്റ്, ആ ഒരു പെണ്ണുണ്ട്, ആസ്ട്രോ ഉണ്ട്, ടാങ്ക് ഉണ്ട്, പിന്നെ നമ്മുടെ യാനുണ്ട്. അങ്ങനെ ഇവരിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ബാക്കിയുള്ള എല്ലാവരെക്കാളും നമ്മുടെ വിക്ടറിന് ഭയങ്കരമായിട്ട് സ്പീഡ് കുറയാണ്, ഓടാൻ കഴിയുന്നില്ല. കാരണം അവനൊന്നും കാണുന്നില്ല, എന്തൊക്കെയോ ഒരു മങ്ങല് പോലെ. ഇപ്പൊ എല്ലാവരും എന്താ പറ്റിയെന്ന് ഉറക്കിനെ ചോദിക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും നമ്മുടെ ഈ ഒരു വിക്ടറിന് വ്യക്തമാകാൻ കഴിയുന്നില്ല. പെട്ടെന്ന് അവൻ കണ്ണുറക്കുകയാണ്. യെസ്, ആ ഒരു കോമാ വേൾഡിൽ നിന്നും അവൻ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അതായത് വിക്ടർ കോമാവസ്ഥയിൽ കിടക്കുന്നത് കൊണ്ടാണല്ലോ ആ ഒരു ലോകത്തിലേക്ക് പോയത്. അവനിപ്പോ കോമയിലല്ല, അവൻ കണ്ണ് തുറന്നു, അവന് ബോധം തിരിച്ചു കിട്ടി. മാത്രമല്ല കണ്ണ് തുറക്കുമ്പോൾ തന്നെ അവൻ കാണുന്നത് ഒരു ഫ്രെയിം ചെയ്ത് വെച്ചൊരു ഫോട്ടോ ആണ്. ഈ ഈജിപ്തിന്റെ ഭാഗത്തൊക്കെ ഉണ്ടാകുന്ന പിരമിഡിന്റെ ഓരോ ഭാഗങ്ങളുണ്ടല്ലോ, അങ്ങനെ ഒരു ഫോട്ടോ ആയിരുന്നു അത്. അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും തല പതിയെ ചിരിക്കുന്ന സമയത്ത് അപ്പുറത്തും ബെഡിലായിട്ട് ഇതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ കിടക്കുന്നുണ്ട്. ഇതിന്റെ കൂടെ തന്നെ വിക്ടറിന് ഒരു കാര്യം ഓർമ്മയില്ലായിരുന്നല്ലോ, അവന്റെ പേര് പോലും അറിയില്ലായിരുന്നല്ലോ. എന്തായാലും വിക്ടറാണ് അവന്റെ പേര് എന്ന് അവന് മനസ്സിലായി. മാത്രമല്ല അവൻ ആരായിരുന്നു ശരിക്കും ഈ ഒരു റിയൽ വേൾഡിൽ ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ലെവലിലുള്ള ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ വലിയൊരു സിറ്റി തന്നെ നിർമ്മിക്കാൻ കഴിയുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഭയങ്കര പ്രഗത്ഭനായിട്ടുള്ള ഒരു ആർക്കിടെക്ട് ആയിരുന്നു നമ്മുടെ വിക്ടർ. പക്ഷെ വിക്ടറിന് എന്താ സംഭവിച്ചത്? അതായത് അറിയാലോ, നമ്മുടെ ഈ ഒരു സാഹചര്യത്തിൽ ടാലന്റ് ഒരുപാട് അധികമുള്ള ആൾക്കാർ ഒരിക്കലും സമൂഹത്തിൽ അംഗീകരിക്കപ്പെടില്ല, അവരെപ്പോഴും തഴയപ്പെടും. നോർമലി നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഡിസൈൻസ് അതേ സാധാരണയായിട്ടുള്ള ആർക്കിടെക്ചേഴ്സ് ഉപയോഗിക്കുള്ളൂ. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഫ്യൂച്ചറിൽ എങ്ങനെയായിരിക്കും നമ്മുടെ നഗരങ്ങൾ, ആ രീതിയിലുള്ള ഒരു മോഡല് ഇപ്പോൾ നമ്മുടെ വിക്ടർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എന്നാൽ ഒരാൾ പോലും, ഒരു ബിസിനസ്സുകാരൻ പോലും ഇതിനെ സപ്പോർട്ട് ചെയ്തില്ല. അവൻ വല്ലാതെ ഒറ്റപ്പെടുകയാണ്, വല്ലാത്തൊരു നിരാശയാണ്. ഒരു രീതിയിലും അവന് മുന്നോട്ടേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോഴാണ് അവനൊരു ഇൻവിറ്റേഷൻ ലെറ്റർ കിട്ടുന്നത്. അതൊരു ആശ്രമത്തിൽ നിന്നാണ്. ആ ആശ്രമത്തിലെ സ്വാമിക്ക് അവനെ കാണണമെന്ന് പറയാണ്. എന്തായാലും ആ ഒരു ആശ്രമത്തിലേക്ക് വിക്ടർ പോവാണ്. കൂടെ തന്നെ അവന്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള ആ ഒരു പെൺകുട്ടിയുണ്ട്. അത് മറ്റാരുമല്ല, കോമാ വേൾഡിൽ വെച്ച് നമ്മൾ കണ്ടില്ലേ ഫ്ലൈ, അവള് തന്നെ. ശരിക്കുള്ള റിയൽ വേൾഡിൽ ഇവർ രണ്ടുപേരും കാമുകന്മാരായിരുന്നു. പക്ഷെ കോമാ വേൾഡിലേക്ക് പോയപ്പോൾ രണ്ടുപേരും ആ ഒരു കാര്യം മറന്നുപോയി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് പോകുന്നവർക്ക് ആർക്കും അവരുടെ റിയൽ ലൈഫിലെ കാര്യങ്ങൾ ഓർമ്മയുണ്ടാവില്ല. എന്തായാലും ഇവർ രണ്ടുപേരും ഇപ്പൊ നേരെ എങ്ങോട്ടേക്കാണ് പോകുന്നത്? വിക്ടറിന് ഒരു ക്ഷണം കിട്ടിയല്ലോ, ഒരു ആശ്രമത്തിലേക്ക് ഒരു സ്വാമീജി വിളിച്ചിട്ട് എന്തായാലും അങ്ങോട്ടേക്ക് എത്തുകയാണ്. മാത്രമല്ല ഇവർ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ച ആ ഒരു സ്വാമീജി എന്ന് പറയുന്നത് അത് മറ്റാരുമല്ല, ഈ ഒരു കോമാ വേൾഡിൽ നമ്മൾ കണ്ടില്ലേ ഇവരുടെയൊക്കെ ലീഡർ ആയിട്ടുള്ള യാന്, അയാളായിരുന്നു. അതായത് ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഫ്ലാഷ് ബാക്ക് ആണ് കേട്ടോ, നടന്നുപോയ കാര്യങ്ങളാണ്. അത് നമ്മളെ വീണ്ടും കാണിക്കുകയാണ് എന്താണ് ശരിക്കും സംഭവിച്ചത് എന്ന്. അങ്ങനെ ഈ ഒരു ആശ്രമത്തിലേക്ക് വിക്ടറിനെ വിളിച്ചു വരുത്തിയിട്ട് സ്വാമീജി പറയാണ്, നിന്റെ പ്രൊജക്ട് എല്ലാവരും റിജക്ട് ചെയ്തില്ലേ, പക്ഷെ ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു, നിനക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു തരാം. പക്ഷെ നീ നിന്റെ ആ ഒരു സിറ്റി നിർമ്മിക്കേണ്ടത് നമ്മുടെ ഈ ഒരു ലോകത്തിലല്ല, അത് മറ്റൊരു ലോകത്തിലാണ്. എവിടെ? മറ്റൊരു ലോകത്തിലോ? അതെന്താ എനിക്ക് മനസ്സിലായില്ല എന്ന് വിക്ടർ പറഞ്ഞപ്പോൾ ഇപ്പൊ വിക്ടറിനെയും കൂട്ടിയിട്ട് സ്വാമീജി നേരെ മറ്റൊരു സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. ഒരുമാതിരി ഒരു മെഡിക്കൽ ഫെസിലിറ്റി പോലെ നീളത്തിലുള്ള ഒരു റൂം, ഒരുപാട് പേര് കോമാവസ്ഥയിൽ ബെഡിൽ അങ്ങനെ കിടക്കുന്നുണ്ട്. ഇവിടെ വെച്ച് ഈ വിക്ടറിനോട് ഈ സ്വാമീജി ഒരു കാര്യം പറയുന്നുണ്ട്, ശരിക്കും പുറം ലോകത്ത് എല്ലാവരും എന്നെ മനസ്സിലാക്കിയിരിക്കുന്നത് ഞാനൊരു സന്യാസിയാണെന്നൊക്കെയാണ്. പക്ഷേ റിയാലിറ്റി അത് വേറെയാണ്. ഞാനൊരു സ്വാമിയോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു സ്പിരിച്വൽ ഗുരു ഒന്നുമല്ല, ഞാനൊരു സയന്റിസ്റ്റ് ആണ്. ഈ സ്വാമീജി എന്നുള്ള ഒരു വിളിപ്പേര്, ഈ ആശ്രമം, ഇതൊക്കെ ഒരു മറയാണ്, എന്റെ പരീക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മറ. ഒരുപാട് വർഷത്തെ എന്റെ പരീക്ഷണങ്ങൾക്ക് ശേഷം ഞാനൊരു കാര്യം കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഈ അപകടങ്ങൾ, ചില അസുഖങ്ങൾ കാരണം മനുഷ്യരെല്ലാം കോമാവസ്ഥയിലേക്ക് പോകുന്നില്ലേ, സോ അങ്ങനെയുള്ള ആ ഒരു മനുഷ്യരെ കണക്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു മൈൻഡെല്ലാം പരസ്പരം കണക്റ്റഡ് ആണ്. സോ അവർ മറ്റൊരു ലോകത്തിലേക്ക് പോവാണ്. ലോകം എന്ന് പറഞ്ഞാൽ അതൊരു മറ്റൊരു ഡയമെൻഷൻ തന്നെയാണ്. ശരിക്കും നമ്മൾ
നമ്മൾ വിചാരിച്ചാൽ സ്വർഗ്ഗതുല്യമായിട്ടുള്ള ഒരു ജീവിതം തന്നെ നമുക്ക് അവിടെ ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റുന്നത് വെറും 80 വർഷക്കാണെങ്കിൽ ആ ലോകത്തിൽ നമുക്ക് ഏകദേശം 1000 വർഷത്തോളം ജീവിക്കാൻ കഴിയും. സോ നീ എന്റെ കൂടെ ആ ഒരു കോമാ വേൾഡിലേക്ക് വരണം. ഞാൻ പറയുന്നത് പോലെ ഒരു വലിയ നഗരം ആ ഒരു ലോകത്ത് നീ എനിക്ക് നിർമ്മിച്ചു തരണം. ഇതെല്ലാം വിക്ടർ കേട്ടപ്പോൾ ഒരുമാതിരി പ്രാന്തായിട്ട് തോന്നുന്നു. എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്നിട്ട് അവൻ പോവാൻ നിൽക്കുമ്പോൾ അവനെ ബലമായിട്ട് പിടിച്ചു വെക്കുകയാണ്. മാത്രമല്ല ഒരു സൂചി വെച്ച് അവനെ മയക്കാൻ നോക്കുമ്പോഴേക്കും അവൻ കുതിര ഓടുകയാണ്. പുറത്ത് അവന്റെ ആ ഒരു ഗേൾ ഫ്രണ്ട് കാറിലുണ്ടായിരുന്നു. അവളോട് വേഗം കാർ എടുക്കാൻ പറയുന്നുണ്ട്. എന്നാൽ മുന്നോട്ടേക്ക് എടുത്ത ആ ഒരു കാർ ആക്സിഡന്റ് ആവുകയാണ്. അതിൽ രണ്ടുപേർക്കും പരിക്ക് പറ്റുന്നുണ്ട്. പിന്നീട് ചികിത്സ എന്ന പേരിൽ ഇവർ രണ്ടുപേരെയും ഈ ആശ്രമത്തിലേക്ക് തന്നെ കൊണ്ടുവരികയാണ്. അപകടം പറ്റിയെന്ന് പറഞ്ഞാൽ മാരകമായിട്ടുള്ള അപകടമോ കാര്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ആ ഒരു ആക്സിഡന്റ് തന്നെ ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ആക്സിഡന്റ് ആയിരുന്നു. എന്തായാലും ഇതിനുശേഷം ഈ 2 ആൾക്കാരെയും കോമാ വേൾഡിലേക്ക് പറഞ്ഞയക്കാൻ നിൽക്കുകയാണ്. ആര്? ഈ ഒരു സ്വാമിജി തന്നെ. ഇയാളുടെ യഥാർത്ഥ പേര് യാൻ എന്നാട്ടോ. ആ പേരൊന്നും ആർക്കും അറിയില്ല. എന്തായാലും ആദ്യം തന്നെ ആ ഒരു കോമാ വേൾഡിലേക്ക് വിടാൻ പോകുന്നത് വിക്ടറിന്റെ ആ ഒരു കാമുകി ഉണ്ടല്ലോ, അവളെയാണ്. അവള് വിട്ടതിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞാണ് നമ്മുടെ വിക്ടറിനെ ആ ഒരു ലോകത്തിലേക്ക് കയറ്റിവിടുന്നത്. അപ്പൊ ആ ഒരു ലോകത്തിലുള്ള ഫ്ലൈ നമ്മുടെ വിക്ടറിനെ കാണുന്ന സമയത്ത് അവരുടെ ഇടയിലുള്ള ആ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ഒരു മാസത്തിന്റെ അടുത്ത് വരും. അതായത് അന്ന് വിക്ടറിനോട് ഈ ഒരു ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഭൂമിയിൽ 1 വർഷം എന്ന് പറഞ്ഞാൽ ഏകദേശം 10-60 വർഷങ്ങാനും വരും ആ ഒരു ലോകത്തിൽ നിന്ന്. എന്തായാലും ഈ ഒരു കാര്യമൊക്കെ സംഭവിച്ച എല്ലാ കാര്യങ്ങളും വിക്ടറിന് ഓർമ്മ വരികയാണ്. അവൻ പതിയെ കണ്ണു തുറന്നു നോക്കുമ്പോൾ തൊട്ട് മുന്നിൽ തന്നെ ആ ഒരു യാൻ നിൽക്കുന്നുണ്ട്. ഇയാളും എങ്ങനെയൊക്കെ ആ ഒരു കോമാ വേൾഡിൽ നിന്ന് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. തൊട്ടപ്പുറത്തെ ബെഡിൽ ഫ്ലൈ എടുക്കുന്നുണ്ട്. അതായത് അവന്റെ കാമുകി തന്നെ. പിന്നെ അവരുടെ ടീമിലുണ്ടായിരുന്ന ഓരോ ആൾക്കാരും ഇവരൊക്കെ ഇപ്പോഴും ആ ഒരു കോമാവസ്ഥയിൽ തന്നെയാണ്. എന്തായാലും കണ്ണു തുറന്ന ഈ വിക്ടറിനോട് ഈ യാൻ സംസാരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നിന്റെ ആ ഒരു ടാലന്റ്, നിന്റെ ആ ഒരു ആർക്കിടെക്ടൽ ടാലന്റ് ആരും മനസ്സിലാക്കിയില്ല, നിന്നെ കൂടെ നിർത്തിയില്ല. എന്നാൽ അത് ഞാൻ മനസ്സിലാക്കി നിനക്കൊരു അവസരം തന്നു. എന്റെ കൂടെ വാ, നമുക്ക് ആ ഒരു ലോകത്തിൽ ഒരു വലിയ നഗരം തന്നെ ഉണ്ടാക്കാം. എത്ര വർഷം വേണമെങ്കിലും അവിടെ ജീവിക്കാലോ, ഒരു സ്വർഗത്തിൽ ജീവിക്കുന്നത് പോലെ. ഇപ്പൊ വിക്ടർ പറയാണ്, അതൊക്കെ നമ്മുടെ ഒരു സ്വപ്നം മാത്രമല്ല, ഒരു തോന്നലല്ലേ. ഇതൊക്കെ റിയാലിറ്റിയുമായിട്ട് നിങ്ങൾ എന്തിനാ കമ്പയർ ചെയ്യുന്നത്? ഇത് വിഡ്ഢിത്തരല്ലേ എന്ന് പറയുമ്പോൾ ഈ ഒരു സ്വാമി, അതായത് ഞാൻ പറയാണ്, അല്ല അത് മറ്റൊരു ഡയമെൻഷനാണ്. നമുക്ക് അവിടെ വെച്ച് എല്ലാം ഫീൽ ചെയ്യാൻ കഴിയും. എന്നാൽ നമ്മുടെ ഈ വിക്ടറിന് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഇനി എന്തൊക്കെയായാലും അവൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഈ സ്വാമി അവനെ ഭീഷണിപ്പെടുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വെച്ച് തന്നെ നിന്റെ ഗേൾ ഫ്രണ്ട് അവൾ മരിക്കും. നിനക്ക് വേണമെങ്കിൽ തിരിച്ച് കോമാ വേൾഡിലേക്ക് പോകാം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവിടെ വലിയൊരു നഗരം നീ നിന്റെ മനസ്സിൽ കണ്ടില്ലേ, അതുപോലൊരു നഗരം ഉണ്ടാക്കി തരണം. മാത്രമല്ല അവിടെ പോയിട്ട് നീ അവളെയും രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നു എന്ന് പറയാണ്. ഓക്കെ, ആ ഒരു ഡീലിന് വിക്ടർ ഓക്കെ പറയുന്നുണ്ട്. കാരണം എങ്ങനെയെങ്കിലും അവളെ രക്ഷപ്പെടുത്തണ്ടേ. അതുപോലെ തന്നെ ഇയാൾ പറയുന്നത് പോലെ ആ ഒരു നഗരം ഉണ്ടാക്കി കൊടുക്കാം. പക്ഷെ പ്രതിഫലമായിട്ട് അവിടെ പെട്ടുകിടക്കുന്ന എല്ലാവരെയും നീ തിരിച്ചു കൊണ്ടുവരണം, എല്ലാവരും ഫ്രീ ആക്കണമെന്ന് ഈ ഒരു വിക്ടർ പറയാണ്. സമ്മതം മൂളുകയാണ് ആര്? യാൻ തന്നെ. അതുപോലെ തന്നെ ഇവൻ ആ ഒരു കോമാ വേൾഡിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ വിക്ടർ യാനോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. അല്ല, നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് വന്നത്? അവിടെ ഒരു സീക്രട്ട് ഡോർ ഉണ്ട്, അതുവഴിയാണ് ഞാൻ പുറത്തേക്ക് വന്നത്. പക്ഷെ അതെന്താണെന്നും എവിടെയാണെന്നൊന്നും ഈ യാൻ പറയുന്നില്ല. എന്തായാലും ഇതിനുശേഷം നമ്മുടെ വിക്ടർ നേരെ ആ ഒരു ലോകത്തിലേക്ക് എത്തുകയാണ്. കണ്ണു തുറന്നു അവന്റെ ആ ഒരു മുറിയിൽ തന്നെ തൊട്ട് മുന്നിലായിട്ട് അവന്റെ സങ്കല്പത്തിലെ ആ ഒരു സിറ്റിയുടെ മോഡലുണ്ട്. പിന്നെ ആ ഒരു ഫോട്ടോ ഉണ്ട്. ആദ്യ തവണ അവൻ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ അവന് ഓർമ്മയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു ഫോട്ടോ പൂർണ്ണമായിരുന്നില്ല. എന്നാൽ ഇപ്പൊ ആ ഒരു ഫോട്ടോ പൂർണ്ണമാണ്. കാരണം അവന് ഓർമ്മയുണ്ട് അവന്റെ കൂടെ നിൽക്കുന്ന മറ്റാരുമല്ല, ഫ്ലൈ തന്നെയാണ്. എല്ലാ കാര്യങ്ങളും ഇപ്പൊ നിലവിൽ ഈ വിക്ടറിന് ഓർമ്മയുണ്ട് കേട്ടോ. അവൻ എന്തിനെങ്ങോട്ടേക്ക് പോകുന്നത്, എന്താണ് സംഭവിച്ചത്, എല്ലാം ഓർമ്മയുണ്ട്. ഇന്ന് ഇതേ സമയത്തിന് ഈ കോമാ വേൾഡിന്റെ മറ്റൊരു ഭാഗത്ത് നമ്മുടെ സ്പിരിറ്റ്, ആസ്ട്രോ, ടാങ്ക്, അതുപോലെ തന്നെ ഫ്ലൈ ഇവരെല്ലാം പെട്ടു നിൽക്കുകയാണ്. ടാങ്കിന്റെ കയ്യിൽ ഒരു ഗൺ ഉണ്ടായിരുന്നെങ്കിലും ബുള്ളറ്റ് എല്ലാം തീരുകയാണ്. അവരുടെ അടുത്തേക്ക് ഈ ഒരു റീപ്പേഴ്സ് വരാനായിട്ടുണ്ട് കേട്ടോ. പെട്ടെന്നാണ് ഇവറ്റകളുടെ മേത്തേക്ക് വലിയൊരു പാലം വന്ന് വീഴുന്നത്. ഇതിന്റെ മുകളിൽ നിന്നും ഒരാൾ വന്നിട്ട് ഇവരെ വിളിക്കുകയാണ്. നോക്കുമ്പോൾ ആരാ? വിക്ടർ. എത്രയും പെട്ടെന്ന് തന്നെ കൂടെ വരാൻ പറയാണ്. സോ ആ ഒരു റീപ്പേഴ്സിന്റെ കയ്യിൽ നിന്നും വിക്ടർ അവന്റെ ആ ഒരു ടാലന്റ് ഉപയോഗിച്ചുകൊണ്ട് ഇവരെല്ലാവരും രക്ഷപ്പെടുത്തുകയാണ്. ഇപ്പൊ ബാക്കിയുള്ള എല്ലാവരും പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ വിക്ടർ നീ ആ ഒരു ഐലൻഡ് ഉണ്ടാക്കുക, നമുക്ക് സേഫ് ആയിട്ട് പോയിട്ട് അവിടെ നിൽക്കാന്ന് പറയുമ്പോൾ വിക്ടർ പറയാണ്, കാര്യങ്ങളൊന്നും നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. ഞാൻ അങ്ങോട്ടേക്ക് പോയ സമയത്ത് കണ്ണു തുറമ്പോൾ പല കാഴ്ചയും കണ്ടു എന്ന് പറയും നിൽക്കുന്ന സമയത്ത് തന്നെ ഞാനും ആ ഒരു കോമാ വേൾഡിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറയാണ്, വിക്ടർ ഒരക്ഷരം മിണ്ടരുത്. ഞാൻ എന്താണോ നിന്നോട് പറഞ്ഞത് ആ ഒരു ജോലി നീ ഇവിടെ ചെയ്യും. ആ ജോലി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നീ എന്നോട് എന്താണോ ചോദിച്ചത് അത് തിരിച്ചു തരും എന്ന് പറയാണ്. അതായത് ഇവിടെയുള്ള എല്ലാവരും ഫ്രീ ആക്കും, നോർമൽ ലൈഫിലേക്ക് തന്നെ കൊണ്ടുപോകുന്നു. അങ്ങനെ വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് വിക്ടർ അവന്റെ മനസ്സിൽ ആ ഒരു പൂർണ്ണ രൂപത്തെ അവിടെ ഉണ്ടാക്കിയെടുക്കണം. അത്രയും ടാലന്റ് വേണം ഇതുപോലൊരു കാര്യം നിർമ്മിച്ചെടുക്കാനായിട്ട്. അങ്ങനെ അവസാനം അവൻ ആ ഒരു നഗരത്തെ ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ. ശരിക്കും ഈ ഒരു വിഷ്വലൊക്കെ നിങ്ങൾ ആ ഒരു സിനിമയിലൂടെ നേരിട്ട് കാണാം. വളരെയധികം മനോഹരമാണ്. നമ്മൾക്കൊക്കെ കൊതി തോന്നിപ്പോവും ആ ഒരു ലോകത്തിലേക്ക് എത്തിപ്പോവാനായിട്ട്. എന്തായാലും ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ സമയത്ത് ഇതിന്റെ മുന്നിലേക്ക് ഇയാൾ വന്ന് നിൽക്കുകയാണ്. അതായത് ഈ ഒരു യാൻ. അതുപോലെ തന്നെ വിക്ടർ പറയാണ്, ഓക്കെ എന്തായാലും ഇത് നടന്നില്ലേ, ഇനി ഞാൻ ചോദിച്ച കാര്യം എനിക്ക് താന്നു പറഞ്ഞപ്പോൾ ഇപ്പൊ ഞാൻ പറയാണ്, അല്ല ഈ കാര്യങ്ങളൊക്കെ പോയിട്ട് നിങ്ങൾ പുറം ലോകത്തിനെ അറിയിക്കുകയാണെങ്കിൽ ഇതെനിക്ക് തന്നെ പണിയാം. അതുകൊണ്ട് എനിക്ക് അങ്ങനെ നിങ്ങളെ വിടാൻ കഴിയില്ല. പതിയെ പതിയെ നിങ്ങൾ ഓരോരുത്തരായിട്ട് തന്നെ ഇല്ലാതായിക്കോളും. ഇതേ സമയത്തിന് നമ്മുടെ ടാങ്ക് ഉണ്ടല്ലോ, അവന് വായുവിൽ അലിഞ്ഞില്ലാതായി തീരുകയാണ്. എല്ലാവരും അവൻ ഞെട്ടിപ്പോയി, ഇതെന്താ സംഭവിക്കുന്നതെന്ന് തിരിയുന്നില്ല. അതേ സമയത്തിന് ആ ഒരു നഗരത്തിന്റെ ഉള്ളിലേക്ക് ഇയാൻ പോകുകയാണ്. ഇയാൾ ആഗ്രഹിച്ചതുപോലെ അങ്ങനെ ഒരു നഗരം അവിടെ ഉണ്ടായിട്ടുണ്ട്. ശരിക്കും എന്താ സംഭവിക്കുന്നത് വെച്ചാൽ കോമാവസ്ഥയിൽ ഇവർ കെടുക്കുകയാണെങ്കിലും ഓക്സിജൻ സപ്ലൈ ബാക്കിയുള്ള ഒരു കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഇവർക്ക് കൊടുക്കുന്നതുകൊണ്ടാണ് ഇവർ ഇപ്പോഴും നിലവിൽ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്. സോ ആ ഒരു ഓക്സിജൻ സപ്ലൈ ബാക്കിയുള്ള ഒരു കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ഇവിടെ വെച്ച് മരണപ്പെടും. അങ്ങനെ ഓരോരുത്തരുടെയും ആ ഒരു കണക്ഷൻ കട്ട് ചെയ്ത് വിടുന്നുണ്ട്. ആദ്യം തന്നെ ഈ ടാങ്ക് ആണ് മരണപ്പെടുന്നത്. എന്തായാലും ഓരോരുത്തരായിട്ട്
ഇനി പൂർണ്ണമായിട്ട് മരിക്കുമെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഈ സമയത്ത് വഴികാട്ടിയായിട്ടുള്ള ആസ്ട്രോ അവനൊരു കാര്യം പറയാണ്, ഇയാൾ ഇവിടെ നിന്ന് എങ്ങനെയൊക്കെയോ പുറത്തേക്ക് പോയില്ലേ, ഒരു എക്സിറ്റ് ഡോർ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ഒരു വാതിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെല്ലാവരും പല ഭാഗത്തേക്കും പോയി നോക്കിയിട്ടുണ്ട്. എന്നാൽ ഇതുവരെയായിട്ടും പോവാത്തൊരു ഭാഗം അത് നമ്മുടെ ഡ്രീമാണ്, അങ്ങോട്ടേക്ക് കയറാനേ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. ഇതിന്റെ കാരണം മിക്കവാറും അത് തന്നെയായിരിക്കും പുറം ലോകത്തേക്കുള്ള ആ ഒരു വാതിൽ. സോ ആ ഒരു ഡ്രീം വേൾഡ്, അതായത് ഇവർ ഈ ലോകത്തിൽ വന്നിട്ട് ഇവിടുന്ന് സ്വപ്നം കാണുമ്പോൾ പുതുതായിട്ട് ഇവരുടെ റൂമിൽ ഒരു വലിയ ലോകം ഉണ്ടായി വരുന്നില്ലേ, അങ്ങോട്ടേക്ക് തന്നെ പോകാൻ ഇവർ തീരുമാനിക്കുകയാണ്. എന്നാൽ 3 പേർക്ക് പോകാൻ കഴിയുന്നുണ്ട്. അതായത് ആസ്ട്രോ, ഈ ഫ്ലൈ, അതുപോലെ തന്നെ വിക്ടർ. ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന സ്പിരിറ്റിന് പോകാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും റിയൽ വേൾഡിൽ അവൾ മരണപ്പെട്ടു പോയി. അതുപോലെ തന്നെ ഇവിടെ വെച്ച് അവൾ വൈപ്പ് ഔട്ട് ആവുകയാണ്. എന്തായാലും ഇവർ 3 പേരും മുന്നോട്ടേക്ക് തന്നെ. ഇവർ പോകുന്ന കാര്യം ആര് നോക്കുന്നുണ്ട്, ഈ ആനങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഇവർ നേരെ ചെന്ന് കയറിയത് എങ്ങോട്ടേക്കാണെന്നറിയോ, ഈ ആനിന്റെ മുറിയിൽ ഇയാൾ ഉറങ്ങുന്ന സമയത്ത് ഇയാളുടെ ഒരു ഡ്രീം ഉണ്ടായില്ലേ, ആ ഡ്രീമിന്റെ ഉള്ളിലേക്കാണ് ഇവർ പോകുന്നത്. കാരണം അതാണ് എക്സിറ്റ് എന്ന് ഇവർക്ക് മനസ്സിലായി. പക്ഷേ ആ ഒരു ലോകത്തിലേക്ക് വന്ന സമയത്ത് എവിടെയാണ് ആ ഒരു എക്സിറ്റ്, എങ്ങോട്ടേക്കാണ് പോവേണ്ടത് എന്നൊന്നും ഇവർക്ക് യാതൊരു പിടുത്തവുമില്ല. ഇതേ സമയത്തിന് ആ ഒരു ആസ്ട്രോ അവന് തീരെ വയ്യാതായി വരുന്നുണ്ട്. അവൻ ചോദിക്കുകയാണ്, നീ ശരിക്കും റിയൽ വേൾഡിൽ കണ്ണ് തുറന്നപ്പോൾ എന്തെങ്കിലും കണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. എന്തോ ഒരു ഫോട്ടോ ഫ്രെയിം, ഒരു ഈജിപ്ഷ്യൻ പിരമിഡ് അങ്ങനത്തെ ഓരോന്ന് കണ്ടു എന്ന് പറയാണ്. എന്നാൽ പിന്നെ നമുക്ക് ആ രൂപത്തിലുള്ള എന്തെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് നോക്കാം. അങ്ങനെ ഇവർ പോയി നോക്കുമ്പോൾ അതുപോലെ തന്നെയുള്ള ഒരു സ്ട്രക്ചർ ഇവർ കാണുന്നുണ്ട്. എന്നാൽ അതിന്റെ അടുത്തേക്ക് എത്താൻ വേണ്ടി ഈ ഒരു ആസ്ട്രോയ്ക്ക് പറ്റുന്നില്ല കേട്ടോ. അതിനു മുന്നേ തന്നെ അവൻ ശരിക്കും റിയൽ വേൾഡിൽ മരണപ്പെട്ടു പോവാണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് വൈപ്പ് ഔട്ട് ആവുന്നുണ്ട്. എന്തായാലും നോക്കിയിട്ട് കാര്യമില്ല. ഇപ്പൊ വിക്ടറും ഫ്ലൈയും അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുമ്പോൾ അവിടെ തന്നെ ഒരാൾ ഇരിക്കുന്നുണ്ട്, യാൻ. ഇപ്പൊ യാൻ വിക്ടറിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അത്ര എളുപ്പത്തിലൊക്കെ നിങ്ങളെ ഞാൻ വിട്ടുകളയും തോന്നുന്നുണ്ടോടാ. സോ ഈ ഒരു യാൻ അടുത്തേക്ക് വരാതിരിക്കാനായിട്ട് വിക്ടർ അവന്റെ ആ ഒരു ആർക്കിടെക്ടൽ ടാലന്റ് ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചിട്ട് ഒരു മതിലൊക്കെ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും നമ്മുടെ ഫ്ലൈയുടെ ആ ഒരു ഓക്സിജൻ സപ്ലൈ ഒക്കെ വല്ലാതെ കുറഞ്ഞു വരുന്നുണ്ട് തോന്നുന്നു റിയൽ വേൾഡിൽ. അതുകൊണ്ട് തന്നെ അവൾ വല്ലാതെ ടയേർഡായിട്ട് വീഴാൻ പോകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ വിക്ടറിന്റെ കഴുത്തിന് പിടിച്ചിട്ട് അവിടെ വെച്ച് തന്നെ അവനെ കൊല്ലാൻ നോക്കുകയാണ് ഈ ഒരു യാൻ. പെട്ടെന്ന് യാനിനെ മറ്റെന്തോന്ന് ആക്രമിക്കുന്നുണ്ട്. നോക്കുമ്പോൾ എന്താ, ഒരു റീപ്പർ ആയിരുന്നു. എന്തായാലും റീപ്പറിന്റെ അറ്റാക്കിൽ യാൻ മരിച്ചു പോവാണ്. പക്ഷെ നമ്മുടെ വിക്ടറിനെയും അതുപോലെ തന്നെ ഫ്ലൈയും ഈ ഒരു റീപ്പർ ഒന്നും ചെയ്യുന്നില്ല. കാരണം ആ റീപ്പർ മറ്റാരും ആയിരുന്നില്ല, നമ്മുടെ ഫാൻഡം ആയിരുന്നു. പൂർണ്ണമായിട്ടും ആ ഒരു റീപ്പറായിട്ട് അവൻ മാറിയിട്ടില്ല. ഇപ്പോഴും അവന്റെ ഉള്ളിൽ ആ ഒരു ഓർമ്മയും ചിന്തയും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല ഫാൻഡത്തിന് ഒരുപാട് ഇഷ്ടമായിരുന്നു ഫ്ലൈയെ. അതുകൊണ്ട് തന്നെ വിക്ടറിനോട് പറയാണ് അവൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തുന്നത്. വേഗം തന്നെ വിക്ടർ ആ ഒരു ബാക്ക് ഡോർ ഉണ്ടല്ലോ, എക്സിറ്റ്, ആ ഒരു ഭാഗത്തേക്ക് എത്തുന്നുണ്ട്. അവിടെ എത്തിയ സമയത്ത് തന്നെ ഫ്ലൈ പതിയെ അലിഞ്ഞ് നശിക്കാൻ വേണ്ടി പോവാണ്. ഇതേ സമയത്ത് തന്നെ വിക്ടർ പിടിച്ചു നിൽക്കുക എന്ന് അവളോട് പറയുമ്പോഴേക്കും വിക്ടർ ശരിക്കുള്ള റിയൽ വേൾഡിൽ കണ്ണുറക്കുകയാണ്. അതായത് അവന്റെ കൂടെ നമ്മുടെ ഫ്ലൈക്ക് വരാൻ കഴിഞ്ഞില്ല, അവള് മരണപ്പെട്ടു പോയി. എന്നാൽ അവനെയും ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ ഫ്ലൈ കണ്ണുറക്കുകയാണ്. രണ്ടുപേരും രക്ഷപ്പെടുകയാണ് കേട്ടോ. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ആ ഒരു സയന്റിസ്റ്റുകളൊക്കെ ഞെട്ടിപ്പോണ്. ഇവർ രണ്ടുപേരും എങ്ങനെ കണ്ണു തുറന്നത്? അതുപോലെ തന്നെ ഇവരുടെ ആ ഒരു സ്വാമി, അതായത് യാനെ നോക്കുമ്പോൾ ഇയാൾ മരണപ്പെട്ടിട്ടുണ്ട്. അതായത് അവർ കോമാ വേൾഡിൽ വെച്ചിട്ട് റീപ്പറിന്റെ അറ്റാക്ക് കാരണം യാൻ മരണപ്പെട്ടല്ലോ. സോ റിയൽ വേൾഡിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ച് ഇത്രയും കഷ്ടപ്പെട്ട ആ ഒരു മനുഷ്യൻ ബ്രെയിൻ ഡെത്ത് ആയിട്ട് ദാണ്ടെ കിടക്കുന്ന ആ ഒരു കട്ടില്. എന്തായാലും ഇപ്പൊ വിക്ടർ ഫ്ലൈയും കൂട്ടി പതിയെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ ഇവരുടെ ആ ഒരു ലീഡർ, മെയിൻ സയന്റിസ്റ്റ് ആയിട്ടുള്ള യാൻ മരണപ്പെട്ടതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ആൾക്കാർ ആ ഒരു ശ്രദ്ധയിലായിപ്പോയി. എന്തായാലും നമ്മുടെ വിക്ടറും ഫ്ലൈയും കൂടെ ഇപ്പൊ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ബാക്കിയുള്ള ആരും അവരെ പിടിച്ചു വെക്കാൻ നോക്കിയില്ല കേട്ടോ, ഉപദ്രവിക്കാനും നോക്കിയില്ല. അങ്ങനെ വിക്ടറും ഫ്ലൈയും ബാക്ക് ടു നോർമൽ, അവരുടെ ആ ഒരു പഴയ ലൈഫിലേക്ക് തന്നെ വരികയാണ്. എന്തായാലും ആ ഒരു എക്സ്പീരിയൻസ് രണ്ടുപേർക്കും അത് ഭീകരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ കുറച്ച് ദിവസമാണ് ഇവർ കോമയിൽ കിടന്നെങ്കിലും ആ കോമാലോകത്തിലേക്ക് പോയപ്പോൾ അത് മാസങ്ങളായിരുന്നു. എന്തായാലും ഇതൊക്കെ മറന്നുകൊണ്ട് ഫ്ലൈ അവളുടെ ആ ഒരു പഴയ ലൈഫിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. പക്ഷെ വിക്ടറിന് ഇപ്പോഴും ആ ഒരു ആശ്രമത്തിൽ നിന്നും ഇൻവിറ്റേഷൻ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് കോമാ വേൾഡിലേക്ക് പോകാനായിട്ട്. അവന്റെ ആ ഒരു സഹായം ഇപ്പോഴും അവർക്ക് ആവശ്യമാണ്. എന്നൊരു രീതിയിലും ഫ്ലൈ ചെയ്ത് കാണിക്കാതെ എല്ലാ ലെറ്റേഴ്സും അവൻ മറച്ചു വെക്കുന്നുണ്ടായിരുന്നു. അവന് താല്പര്യമില്ല അങ്ങോട്ടേക്ക് പോകാനായിട്ട്. പക്ഷേ ഈ കോമാ വേൾഡിലേക്കുള്ള അവരുടെ ആ സയന്റിസ്റ്റുകളുടെ യാത്ര ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ വെച്ച് അവർക്ക് എന്തൊക്കെയോ നേടാൻ കഴിയും, അല്ലെങ്കിൽ ജീവിക്കാൻ കഴിയും എന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. ശരിയായിരിക്കും, അവിടെയും ഒരു റിയൽ വേൾഡ് തന്നെയാണെങ്കിലോ. അതായത് നമ്മുടെ ഉള്ളിലേക്ക് ഒരു ഇന്നർ സോൾ ഉണ്ട് എന്ന് പറയുന്നില്ലേ, ആ ഒരു സോളാണ് ഈ കോമ ആവുന്ന സമയത്ത് ആ ഒരു മറ്റൊരു ഡയമെൻഷനിലേക്ക്, കോമ ഡയമെൻഷനിലേക്ക് പോകുന്നത്. സോ ആ ഒരു സോള് അവിടെയുള്ള ഒരു ശരീരത്തിലേക്ക് കയറിയാൽ അതും ഒരു റിയൽ വേൾഡ് തന്നെയല്ലേ. മറ്റൊരു ഡയമെൻഷനിലെ മറ്റൊരു റിയൽ വേൾഡ്, നമ്മുടെ ഈ ലോകം പോലെ തന്നെ. ആ ഒരു ലോകത്തെയാണ് ഈ ഒരു സ്വാമി എന്ന് വിളിക്കുന്ന ഈ ഞാൻ കണ്ടുപിടിച്ചത്. അങ്ങോട്ടേക്കാണ് ഇവർ പോകാൻ നോക്കിയത്. എന്തായാലും ആ യാത്ര എന്തായാലും ഇവരിനി നിർത്താനും പോകുന്നില്ല. എന്തായാലും അങ്ങോട്ടേക്ക് പോയില്ല എന്ന് തന്നെ നമ്മുടെ വിക്ടറും തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും കഥ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര സ്ക്രിപ്റ്റ് തന്നെ. ഇത് ഉണ്ടാക്കിയവന്റെ തല ഉണ്ടല്ലോ, എന്തായാലും അപാരം തന്നെ. ശരിക്കും ഇതുപോലൊക്കെ ഉണ്ടാവുമല്ലേ, അറിയില്ല. ചിലപ്പോൾ ഇതിനേക്കാളൊക്കെ അപ്പുറം ഉണ്ടാവും. നമ്മളെ ഈ യൂണിവേഴ്സിൽ ഒരു മണൽത്തരി പോലെയാണ് നമ്മൾ. അപ്പൊ ഈ ഇത്രയും വിശാലമായ പ്രപഞ്ചത്തിൽ എന്തൊക്കെ നടക്കുന്നുണ്ടാവും ആർക്കറിയാം. എന്തായാലും അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് നമ്മൾ ആലോചിക്കേണ്ട. അപ്പൊ തൽക്കാലം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ഇടുക, അതുപോലെ തന്നെ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കുക. അപ്പൊ പിന്നെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.